ബന്ധപ്പെടുത്തുന്നു. Thank you, Father. Thank you, Lord. Thank you, Lord. Thank you, Lord. Thank you, Lord. Hallelujah. ദൈവമേ, ഇവിടുത്തെ ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവേ, ഇവിടുത്തെ വിശ്വസ്തതയെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. വിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ സന്ധ്യയുടെ സമയത്തിനായിട്ട് ഞങ്ങൾ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ ഞായറാഴ്ചയുടെ വൈകിയ സമയവും ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്തൃസന്നിധാനം ചേർന്ന് വരുവാൻ, ഒരുമിച്ച് കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കിയ അനുഗ്രഹീതമായ സമയത്തിനായി ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞായറാഴ്ചയുടെ പകൽ അവിടെ ഇവിടെയായിട്ട് ദൈവദാസന്മാർ, ദൈവമക്കൾ ഒക്കെ ആമേൻ ദൈവത്തെ ആരാധിപ്പാൻ ഇടയായി. അതിനുശേഷം കർത്താവേ, ഹല്ലേലൂയ, ദൈവസഭയുടെ കുടുംബം ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം പിന്നെയും ഒരു അവസരം ഈ ഭൂതലത്തിൽ ഞങ്ങൾക്ക് ഒരുക്കിയത് കൊണ്ട് ഞങ്ങൾ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കൃപയെ ഓർത്ത് ഈ രാത്രി ഞങ്ങൾ കർത്താവിനെ വാഴ്ത്തുന്നു. അവിടുന്ന് ഞങ്ങളെ കർത്താവെ ലോകസ്ഥാപനത്തിന് മുന്നമേ ക്രിസ്തുവേശുവിൽ തിരഞ്ഞെടുത്തു. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ വിശുദ്ധരും നിഷ്കളങ്കരുമായി തീരുവാൻ ആമേൻ ലോകസ്ഥാപനത്തിന് മുന്നമേ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനായി സ്തോത്രം. അവിടുത്തെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി തീരുവാൻ അവിടുന്ന് ഞങ്ങളെ മുൻ നിയമിച്ചത് കൊണ്ട് ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ രാത്രി ഒരുമിച്ചുള്ള ഈ കൂടിവരവ് എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവെ അനുഗ്രഹമായി തീരുവാൻ, വിടുതലായി തീരുവാൻ കർത്താവ് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുവാൻ ഈ രാത്രിയിലെ ഈ കൂട്ടായ്മ മുഖാന്തരം ദൈവമിടയാക്കണം എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. രാത്രി കൂടി വരുവാനുള്ള എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെയും കർത്താവെ അവിടുന്ന് കൂട്ടിവരുത്തുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളിലും ഈ രാത്രി ദൈവത്തിന്റെ തേജസ് കർത്താവ് ഇറങ്ങി ആവസിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പാട്ടുകൾ പാടുമ്പോൾ ചേർന്ന് ആത്മനിറവിൽ ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് അവിടുന്ന് സഹായിക്കുമാറാകണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതേ വരുവിൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക, നാം അവൻ മേയിക്കുന്ന ജനവും അവന്റെ കൈക്കിലെ ആടുകളും തന്നെ എഴുതിയിരിക്കുന്നത് പോലെ ഇന്ന് രാത്രിയിലെ കർത്താവെ ദൈവത്തിന്റെ പരിപാലനത്തെ ഓർത്തുകൊണ്ട്, ദൈവത്തിന്റെ നന്മകളെ ഓർത്തുകൊണ്ട്, ദൈവത്തിന്റെ ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് സന്തോഷത്തോടെ കർത്താവെ പിന്നെയും അങ്ങേ പാടി മഹത്വപ്പെടുത്തുവാൻ, ആരാധിക്കുവാൻ കർത്താവ് കൃപ ചെയ്യണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. രാത്രിയിലെ കർത്താവെ ദൈവത്തിന്റെ വചനത്തിന്റെ ശുശ്രൂഷയ്ക്കായി കർത്താവിന്റെ ദാസനെ ദൈവം നിയോഗിച്ചിരിക്കാൻ ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. യഹോവ പ്രകാരം അരുളി ചെയ്യുന്നു എന്നുള്ള ശക്തമായ ആത്മീക ദൂതമായി ഇന്ന് രാത്രി കർത്തൃദാസനെ ദൈവം ആമേൻ ഹല്ലേലൂയ ഒരുക്കി കൊണ്ടുവന്നിരിക്കയാൽ ഞങ്ങൾ കർത്താവിനെ വാഴ്ത്തുകയാണ്. തുടർന്ന് കർത്താവെ നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന, കർത്താവെ വർഷിപ്പ്, എല്ലാ കാര്യങ്ങളും ഏറ്റവും അനുഗ്രഹമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ അവിടുന്ന് ആദിയോടൊന്നും ഭരിച്ചു നടത്തുമാറാകണം. എല്ലാവർക്കും ഈ മീറ്റിംഗ് അനുഗ്രഹമായി തീരുവാൻ, ആത്മാവിലും ശരീരത്തിലും ഒരുപോലെ വിടുതലായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണം. അവിടുന്ന് തന്നെ ആദിയോടൊന്നും ഭരിച്ചു നടത്തണം. മഹത്വമെല്ലാം അങ്ങേക്ക് തരുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം, യേശു ക്രിസ്തു മൂലം പിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ ദൈവദാസന്മാർക്കും എല്ലാ ദൈവമക്കൾക്കും യേശു കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. തുടർന്നുള്ളതായ സമയങ്ങള് നമ്മുടെ കർത്തൃസന്നിധിയിൽ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി കടന്നു വരുന്ന സമയങ്ങളാണ്. ആമേൻ. കർത്താവിന്റെ ദാസന്മാര് ഇപ്പോൾ പ്രൈസ് ആൻഡ് വർഷിപ്പില് നമ്മെ ലീഡ് ചെയ്യുമ്പോൾ പ്രാർത്ഥനയോടെ നമുക്കതിൽ സഹകരിക്കാം. ആമേൻ. ഹല്ലേലൂയ. എല്ലാ ഭവനങ്ങളിലും ഒരു ആരാധനയുടെ അന്തരീക്ഷം വെളിപ്പെടുവാൻ ഇടയാകണം. പ്രൈസ് ദി ലോർഡ്. ഒരുമിച്ച് കൂടി വരുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിലും ആമേൻ ഓരോ കുടുംബങ്ങളും ഇന്ന് രാത്രി ഓരോ ആരാധനാലയങ്ങളായി മാറട്ടെ. ചേർന്ന് പാടി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ആമേൻ. ഹല്ലേലൂയ. ബ്രദർ ജിത്തു ടീമിനെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Praise the Lord. Hallelujah. Amen. Hallelujah. Praise God. Hallelujah. I thank God for giving us this opportunity to come together, hallelujah, in one accord, in one mind, and to praise and worship our God. Hallelujah. For a few minutes, we will be spending our time to worshiping our God, to glorifying His name. Hallelujah. Worship is an integral part of our Christian life. Hallelujah. Let us set some time. Hallelujah. Let us acknowledge that He is the great God. Hallelujah. Karthavu velivanagunnu. Hallelujah. Oh, we worship you, Lord. We come before Thy presence, O God, Master. Hallelujah. Hallelujah. Hallelujah.
Stotram, 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 stotram. Hallelujah. Let's all prepare ourselves to worship our God. Let's get ready. Hallelujah. There is, hallelujah, online difficulties. Hallelujah. Many of us, hallelujah, are sitting in our homes. Hallelujah. But given the, hallelujah, parameters that we have, let us worship our God to the fullest extent. Hallelujah. നമ്മുടെ കഴിവിനോളം, hallelujah, നമുക്ക് കർത്താവിനെ ആരാധിക്കാം. Hallelujah. Hallelujah. If the Red Sea could not stop Moses, hallelujah, and if the walls of Jericho could not stop Joshua, neither the giant could not stop David, hallelujah. This corona should not stop us from being faithful to our God. Let us continue to be faithful to our God, hallelujah. God has been faithful to us. കർത്താവ് എപ്പോഴും നമ്മുടെ വിശ്വസ്തനാകുന്നു, hallelujah. തിരിച്ച് നമുക്കും, hallelujah, ആ വിശ്വസ്തത കാണിക്കാം, hallelujah. Let us show our faith, hallelujah. Let us show this world, yes, Lord, in these dark times we will worship you. In these dark times we will shine your light across this land. Oh, hallelujah. ചേർന്നൊരു ഗാനം പാടി ദൈവത്തെ ആരാധിക്കാം. എന്റെ രോഗ കീടക്കയതിൽ എന്റെ സംഹാരകനെ, എന്റെ പാപ സംഹാരകനെ, എന്റെ സർവവും നീ മാത്രമേ. ചേർന്ന് പാടിയാട്ടെ. എന്റെ രോഗ കീടക്കയതിൽ എന്റെ സൗഖ്യപ്രദായകനെ, എന്റെ രോഗസംഹാരകനെ, എന്റെ സർവവും നീ മാത്രമേ. ആരാധ്യനേ സമാരാധ്യനേ, ആരിലും ഉന്നതനായവനേ, ആരാധിക്കുന്നിതാ നിന്നെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം. Let's worship our God together. ആരിലും ഉന്നതനായവനേ, ആരാധിക്കുന്നിതാ നിന്നെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം. എന്റെ രോഗ കീടക്കയാൽ എന്റെ സൗഖ്യപ്രദായകൻ, എന്റെ സൗഖ്യപ്രദായകനേ, എന്റെ രോഗസംഹാരകനേ, എന്റെ സർവവും നീ മാത്രമേ. എന്റെ രോഗ കീടക്കയതിൽ കർത്താവേ, എന്റെ സൗഖ്യപ്രദായകനേ, എന്റെ രോഗസംഹാരകനേ, എന്റെ സർവവും അങ്ങയുടെ സർവമാകുന്നു. Hallelujah, we worship you. ആരാധ്യനേ സമാരാധ്യനേ, ആരിലും ഉന്നതനായവനേ, ആരാധിക്കുന്നിതാ നിന്നെയും ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം. ആരാധ്യനേ സമാരാധ്യനേ, വിശ്വാസത്തോടെ ഹല്ലേലൂയ കർത്താവിനെ സ്തുതിക്കാമോ. ഹല്ലേലൂയ. Father God, we worship you. We thank you for your presence, O Lord. നിന്നെയും ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം. എന്റെ വേദനയിൽ ആശ്വാസം, നിന്റെ സാന്ത്വനം എന്നും എന്നും. എന്റെ രക്ഷകനാം യേശുവേ, എന്റെ സങ്കേതം നീ മാത്രമേ. എന്റെ വേദനയിൽ ആശ്വാസം, നിന്റെ സാന്ത്വനം എന്നുമെന്നും. എന്റെ രക്ഷകനാം യേശു
പാടിയാട്ടെ. ആരാധനേ 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 ആരിലും ഉന്നതനായവരെ ആരാധിക്കുന്നിതാ നിന്നെയും എന്നും ആയുസ്സിൻ നാളുകളെല്ലാം നിറഞ്ഞ പൊന്നേശുവേ നിൻ പാദ സേവ എന്നാശയേ അൻപു നിറഞ്ഞ പൊന്നേശുവേ നിൻ പാദ സേവ എന്നാശയേ ഉന്നതത്തിൽ നിന്നിറങ്ങി മന്നീതിൽ വന്ന നാഥ ഞാൻ ഉന്നതത്തിൽ നിന്നിറങ്ങി മന്നീതിൽ വന്ന നാഥ ഞാൻ നിന്നടിമ നിൻ മഹിമ ഒന്നു മാത്രം നിരാശയാം നിന്നടിമ നിൻ മഹിമ നിന്നു മാത്രം എനിക്കാശയം നിറഞ്ഞ പൊന്നേശുവേ നിൻ പാദ സേവ എന്നാശയേ നിറഞ്ഞ പൊന്നേശുവേ നിൻ പാദ സേവ എന്നാശയേ ജീവനറ്റ പാപി എന്നിൽ ജീവൻ പകർന്ന യേശുവേ ജീവനറ്റ പാപി എന്നിൽ ജീവൻ പകർന്ന യേശുവിലേറെ നിന്നിലേറെ മണ്ണിൽ വേറെ സ്നേഹിക്കുന്നില്ല ഞാനാരെയും നിന്നിലേറെ മണ്ണിൽ വേറെ സ്നേഹിക്കുന്നില്ല ഞാനാരെയും Lord, we thank you, Lord Jesus. We worship thy name. Hallelujah. We want to do your will, Lord Master. Hallelujah. We thank you, Lord Jesus, for your grace upon us. We thank you, Lord, for continuing to be faithful towards us, Lord Master. We bless your name. We bless your name, Jesus. അൻപു നിറഞ്ഞ Oh, we thank you, Lord. We thank you, Jesus. We thank you, Lord. Hallelujah. Hallelujah. Thank you, Lord. Thank you, Master. Hallelujah. We thank you for your grace. We thank you for your abounding love in us, O Lord Master. Your never-ending, your unceasing love, O Lord. Hallelujah. അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി കർത്താവേ. Hallelujah. Thank you for the price that you paid, Master. Thank you for the ultimate price. Hallelujah. Let's worship our God together. Let's worship our God. Hallelujah. കർത്താവിന് കൊടുക്കേണ്ട തക്ക മഹത്വം. Hallelujah. തക്കതായ സ്തുതി കൊടുത്താട്ടെ. Hallelujah. 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 He is great and he is greatly to be praised. Our Lord is King of kings and the Lord of lords. Hallelujah. 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 Worship you. Worship you. Worship you. Hallelujah. Let's sing one more song and worship our God. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി. ഹല്ലേലൂയ. എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. ചേർന്ന് കരങ്ങൾ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. Worship you. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. ആമേൻ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ലവനല്ലോ ദയ എന്നു
എന്നുമുള്ളത്. സ്തോത്രഗീതം പാടി പുകഴ്ത്തിടുവിൻ രാജരാജനെ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. സ്തോത്രഗീതം പാടി പുകഴ്ത്തിടുവിൻ രാജരാജനെ. ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോനെ, ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നു. ഹല്ലേലൂയ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ പുകഴ്ത്തിടുവിൻ. ചെങ്കടൽ പിളർന്നു നല്ല തൂവനിലമാക്കി, ശങ്കയെ തഞ്ചലത്തെ നടത്തിയോനെ. ചെങ്കടൽ പിളർന്നു നല്ല തൂവനിലമാക്കി, ശങ്കയെ തഞ്ചലത്തെ നടത്തിയോനെ. മിസ്രയീമിൻ സൈന്യത്തെ ന്യായം വിധിച്ചവനെ, മിസ്രയീം സൈന്യത്തെ ന്യായം വിധിച്ചവനെ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. തീക്കൽ പാറയതിൽ നിന്നും ഇസ്രായേലിനെ വാഗ്ദത്തം ജീവജലം കൊടുത്തവനെ. ആമേൻ. തീക്കൽ പാറയത്തിൽ നിന്നും ഇസ്രായേലിനെ വാഗ്ദത്തം ജീവജലം കൊടുത്തവനെ. ശക്തന്മാരിൽ ഭോജനത്താൽ പോഷിച്ചോനെ, ശക്തന്മാരിൽ ഭോജനത്താൽ പോഷിച്ചോനെ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചു. അവൻ നല്ലവനല്ലോ, അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ എന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. സ്തോത്രഗീതം പാടി പുകഴ്ത്തുവിൻ രാജരാജനെ. ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോനെ, ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോനെ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. ആമേൻ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി നിറഞ്ഞി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി 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 എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. Hallelujah. We worship you, Lord. Hallelujah. Hallelujah. We magnify you, Lord. Hallelujah. You are great to be praised, Father. Hallelujah. There is no one else like you, Lord. Hallelujah. We give you all the praise and honor. Hallelujah. Stotram, stotram, We stotram. declare your name in the land of the UK. Hallelujah. We praise your name, Master. You are the mighty God, the Prince of Peace. Hallelujah. You are the wonderful Counselor. Hallelujah. 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 Because of your presence, O Lord. Hallelujah. Hallelujah. Jesus. Thank you, Lord. Thank you, our Father. Thank you, Lord. Thank you, Master. Glory, Oh, we glory, worship glory. you, Lord. Hallelujah. 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 Stotram, stotram, Thank you, stotram, Jesus. stotram. Thank you, Lord. Hallelujah. Thank you, Lord. Hallelujah. Thank you, Lord. Thank you, Lord. Praise God. Hallelujah. 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 ആമേൻ. സ്തോത്രം. അനുഗ്രഹീതമായ ഗാനങ്ങൾ പാടി ഈ വൈകിയ സമയം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ സാവകാശം ഒരുക്കിയല്ലോ. ആമേൻ. ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർത്തുകൊണ്ട്, ദൈവത്തിന്റെ കരുണയെ ഓർത്തുകൊണ്ട്, ദൈവത്തിന്റെ ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് ഇന്ന് രാത്രി ആമേൻ നമുക്ക് പാടി ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുവാൻ ഈ വൈകിയ സമയം ഇടയാക്കിയല്ലോ. കർത്താവിനെ വാഴ്ത്തുന്നു. ആമേൻ. പ്രിയാജിത്തു, പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവത്തിന്റെ ഉപകാരങ്ങളെ, നന്മകളെ
ഓർത്തുകൊണ്ട് നമുക്ക് ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധാനത്തെങ്കിൽ ആയിരിക്കാം. ആമേൻ. സമയം ആമേൻ ഹല്ലേലൂയ എല്ലാവരും പാലിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കർത്താവ് ആമേൻ ഹല്ലേലൂയ ഈ മീറ്റിങ്ങിനെ ഗൈഡ് ചെയ്ത് നടത്തട്ടെ. ആമേൻ ഹല്ലേലൂയ. മാക്സിമം നമുക്ക് 9:30 കൺക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളും അതിനോടകം ഉചിതമായും ക്രമമായി നടക്കുവാൻ കർത്താവിന്റെ കരത്തിൽ നമുക്ക് ഏൽപ്പിച്ച് ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ആയിരിക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ കൃപയാൽ ഈ കമ്പൈൻഡ് വർഷിപ്പ് ഓരോ ദിവസവും വളരെ അനുഗ്രഹപ്രദമായി മുന്നോട്ട് നടന്നു പോകുന്നതിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതരായ ദൈവദാസന്മാരോടൊപ്പം ആമേൻ ഹല്ലേലൂയ ദൈവസന്നിധിയിലായിരിക്കുകയും അവരിൽ നിന്ന് അനുഗ്രഹീതമായ വചനങ്ങൾ കേൾക്കുവാൻ ഇടയാകുകയും ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു തരത്തിൽ കൂടി നോക്കുമ്പോൾ ഒരു കണ്ണുനീരിന്റെ താഴ്വര എന്ന് പറയുവാനായിട്ട് കഴിയും. കാരണം ഒരുമിച്ച് ആരാധിച്ചിട്ട് എത്രയോ നാളുകളായി, ഒരുമിച്ച് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയാത്ത ഒരു പ്രയാസം നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളൊരു വാസ്തവമാണെങ്കിലും 84-ാമത്തെ സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. അടുത്ത വാക്യം, കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് പകൽ എനിക്കറിയാം ദൈവദാസന്മാർ ദൈവമക്കളൊക്കെ നിങ്ങളുടേതാകുന്ന കൂട്ടായ്മകളിലൊക്കെ കൂടി വന്ന് ദൈവത്തെ ആരാധിച്ചു. എങ്കിലും ഇന്ന് രാത്രി ഒരുമിച്ചായിരിക്കുന്നത് പിന്നെയും ആമേൻ ഈ അവസ്ഥയിൽ നമുക്കൊരു അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ വചന കേൾവി, ഒരുമിച്ചുള്ള ആരാധന, ഒരുമിച്ചുള്ള ആമേൻ ദൈവവചനത്തിന്റെ ചിന്തകൾ ഒക്കെ ഈ കണ്ണുനീർ താഴ്വരയെ ഒരു അനുഗ്രഹത്തിന്റെ താഴ്വര ആക്കി മാറ്റുവാൻ ഇടയായി തീരുന്നു എന്നാണ് ഈ രാത്രി എനിക്ക് ഓർക്കുവാനുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഓൺലൈനിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ഒരിക്കൽ കൂടെ ആമേൻ കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഹല്ലേലൂയ. തുടർന്നുള്ള സമയം ആമേൻ നമ്മൾ ദൈവത്തിന്റെ വചനത്തിന്റെ കേൾവിക്കായി സമയം വേർതിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹീതനായ ഒരു കർത്തൃദാസനെ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് ലഭിച്ചതോർത്ത് കർത്താവിനെ വാഴ്ത്തുകയാണ്. ഡോക്ടർ സാബു വർഗീസ്. അദ്ദേഹം ഹൂസ്റ്റൺ IPCയുടെ ശുശ്രൂഷകനായിട്ട് കർത്താവിന്റെ വേല ചെയ്യുന്നതോടൊപ്പം തന്നെ കൺവെൻഷൻ വേദികളിൽ അദ്ദേഹം ഒരു നിറസാന്നിധ്യമാണ്. അനേക കുമ്പനാട് കൺവെൻഷനിലും അതുപോലെ പല കൺവെൻഷൻ സ്റ്റേജുകളിലും അദ്ദേഹത്തെ കാണുവാനും വചനം ശ്രദ്ധിക്കുവാനും ഒക്കെ നമുക്ക് ഇടയായിട്ടുണ്ട്. അതുകൂടാതെ 2013 ചർച്ച് കോഡിന്റെ കോൺഫറൻസിൽ അദ്ദേഹം അതിഥിയായിരുന്നു. അനുഗ്രഹീതമായ ദൈവിക ആലോചനകളൊക്കെ ലഭിച്ചത് ഈ രാത്രിയും ഓർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആര് ദൈവത്തിന്റെ വചനം ആമേൻ പ്രസംഗിച്ചാലും ആമേൻ അതിന്റെ പിന്നിൽ പരിശുദ്ധാത്മാവാണ് നമ്മെ ഗൈഡ് ചെയ്ത് നടത്തുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. ഈ രാത്രിയും അനുഗ്രഹീതമായ ദൈവത്തിന്റെ വചനത്തിന്റെ കേൾവിക്കായി ആമേൻ തുടർന്നുള്ള സമയം വേർതിരിക്കുന്നു. കർത്താവിന്റെ ദാസൻ ഡോക്ടർ സാബു വർഗീസിനെ അതിനായി ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. കർത്താവിന്റെ ദാസൻ തുടർന്നുള്ള 40 മിനിറ്റ് സമയം ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കും. പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ എല്ലാവർക്കും സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺ മത്തായി അവറുകൾ, ചർച്ച് ഓഫ് ഗോഡ് UK അയർലൻഡ് റീജിയനുകളുടെ പ്രധാന ഉത്തരവാദിത്വം വഹിക്കുന്ന എനിക്ക് വളരെ സ്നേഹവും ബഹുമാനവുമുള്ള ഡോക്ടർ ജോ കുര്യൻ അവറുകൾ, ഞങ്ങൾ കാണുകയും പരിചയപ്പെടുകയും ചെയ്ത നാൾ മുതൽ എന്നോടും കർത്താവിനെ ഏൽപ്പിച്ച ശുശ്രൂഷയോടും വളരെ ബഹുമാനവും സ്നേഹവും കൈത്താങ്ങലും ആയി നിലകൊണ്ടിട്ടുള്ള ദേവദാസനാണ്. അദ്ദേഹത്തോടും തൻ്റെ കുടുംബത്തോടും ഈ അവസരം പ്രത്യേകാൽ നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്നെ ക്ഷണിച്ച് നിങ്ങളുടെ മധ്യയെ കടന്നു വന്ന് ശുശ്രൂഷിപ്പാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവസരം ലഭിച്ചത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ വേളയായിരുന്നല്ലോ എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ അമ്മയുടെ സഹോദരൻ, എൻ്റെ അങ്കിൾ പാസ്റ്റർ തോമസ് ജോർജ്, പ്രിയ ബിജോയ് ചാൻ അവിടെയുണ്ട്. അതുപോലെ തന്നെ UK പട്ടണത്തിലെ പല ദൈവദാസന്മാർ, മറ്റ് സഭകളുടെ ശുശ്രൂഷകന്മാർ, പാസ്റ്റർ ജെഫി തുടങ്ങി എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കൂട്ടായ സംഗമത്തിൽ കർത്താവിന്റെ വചനവുമായി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ കർത്താവ് ഭാഗ്യം തന്നല്ലോ.
ഈ ചർച്ചിലെ ഈ മീറ്റിങ്ങിന്റെ ഫ്ലയർ നമ്മുടെ സഹോദരന്മാരാരോ കൊടുത്ത അനുസരിച്ച് ഈ ചർച്ചിലെ 1-2 സഹോദരങ്ങളും ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് രാവിലെ ഇവിടെ മലയാളം സർവീസ്, ഇംഗ്ലീഷ് സർവീസും കഴിഞ്ഞ ഉടനെയാണ് ഈ സർവീസിൽ സംബന്ധിക്കുന്നതെങ്കിലും ആ പ്രിയമുള്ളവരും ഈ മീറ്റിംഗിൽ ഉണ്ടല്ലോ. ഈ പ്രസംഗം ലോകത്തിന് നാനാഭാഗങ്ങളിൽ എത്തിക്കുന്ന എന്റെ മാധ്യമ സുഹൃത്തുക്കളോട് നന്ദി പറയുന്നു. ക്രിസ്തീയ ലോകത്ത് പ്രത്യേകാൽ സുവിശേഷ പ്രസംഗ പശ്ചാത്തലത്തിൽ ഏത് കാലത്തേക്കാൾ ഉപരി മാധ്യമങ്ങൾക്ക് ഒരു പ്രസക്തിയുള്ള കാലത്താണ് നാം ആയിരിക്കുന്നത്. ഭവനങ്ങളിൽ പരിമിതപ്പെട്ടിരിക്കുന്ന സമയത്ത് കർത്താവിന്റെ വചനമാണ് നമുക്ക് ആശ്വാസവും ബലവും പകരുന്നത്. ഒരുപക്ഷെ മാധ്യമങ്ങളെ പല നിലകളിൽ കണ്ടിട്ടുള്ളവരും പ്രതികരിച്ചിട്ടുള്ളവരും ഉണ്ടാകാം. എന്നാൽ ഈ നാളുകളിൽ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ വളരെ സമർപ്പണത്തോടെ ഈ പ്രസംഗങ്ങളിലൊക്കെ അനേകരിൽ എത്തിക്കാൻ കാണിക്കുന്ന ഉത്സാഹം എനിക്കറിയാം. ധാരാളം സമയം കമ്പ്യൂട്ടറിന്റെയും മറ്റും മുൻപിൽ ഇരിക്കണം ഈ ടെക്നോളജി ഉപയോഗിച്ച് ഈ കാര്യങ്ങൾ ചെയ്യാൻ. നിങ്ങളുടെ സമർപ്പണവും പ്രത്യേകിച്ച് ദൈവരാജ്യ സംബന്ധമായ കാലങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകളെ ദൈവം ആദരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കുക. നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ കർത്താവ് പ്രേരണ തരുന്ന വേദഭാഗം, ഞാൻ ഇതിനു മുമ്പും ഒരുപക്ഷെ ചിലയിടങ്ങളിൽ പങ്കുവച്ചിട്ടുള്ള വേദഭാഗം യെശയ്യാ പ്രവചനം 6-ാമത് അധ്യായം അതിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. യെശയ്യാ പ്രവചനം 6-ാമത് അധ്യായം അതിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ഈ പറയുന്നത് നന്നായി കേൾക്കാമെങ്കിൽ വിജയിച്ചാൻ എനിക്കൊരു തംസപ്പ് തരണം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ആരെങ്കിലും ഈ വേദഭാഗം ഒന്ന് വായിച്ച് സഹായിക്കുമോ? യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യം. ഉസ്സിയ രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ളൊരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. അത് എന്റെ വായ്ക്ക് തൊടുവിച്ചു. ഇതാ, അത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട്, അടിയൻ ഇതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. പ്രാർത്ഥനയോടെ നിങ്ങളോട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ചിന്തയ്ക്ക് കൊടുക്കുന്ന തലക്കെട്ട്, എ ഹയർ വിഷൻ ഇൻ എ ടൈം ഓഫ് ക്രൈസിസ്. എ ഹയർ വിഷൻ ഇൻ എ ടൈം ഓഫ് ക്രൈസിസ്. വെല്ലുവിളികളുടെ നടുവിൽ ഉയരത്തിൽ നിന്നുള്ള ഒരു ദർശനവും കാഴ്ചപ്പാടും നമുക്ക് വേണം. ലോകത്തിലെ എല്ലാ ജനതയെയും, ആത്മീയനെയും അനാത്മീയനെയും സകല ഭൂഖണ്ഡങ്ങളിലുള്ളവരെയും ഒരുപോലെ ബാധിച്ചിരിക്കുന്ന ഒരു മഹാമാരിയിലൂടെ നാം കടന്നു പോവുകയാണ്. പലയിടങ്ങളിലും ഇതിനൊരു ശമനം വന്നു എന്ന് പ്രാരംഭത്തിൽ കരുതി എങ്കിലും ശമനം കാണുന്നില്ല എന്ന നിജസ്ഥിതിയെ നേരിടുന്ന ഒരു കാലമാണ്. ക്രിസ്തുവിന്റെ സഭ എല്ലാ കാലത്തും വെല്ലുവിളികളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ക്രിസ്തുവിന്റെ സഭ ജന്മം കൊണ്ട നാൾ മുതൽ, ഫ്രം ദ ടൈം ഓഫ് ദ വെരി ഇൻസെപ്ഷൻ ഓഫ് ദ ചർച്ച്, എല്ലാ നൂറ്റാണ്ടുകളിലും വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്.
ആദിമസഭ നേരിട്ട രണ്ട് പ്രധാനപ്പെട്ട വെല്ലുവിളി യഹൂദന്മാരുടെ ഇടയിൽ നിന്നും റോമക്കാരുടെ ഇടയിൽ നിന്നുമായിരുന്നു. 2, 3, 4 നൂറ്റാണ്ടുകളിൽ സഭ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ദുരുപദേശങ്ങളുടെ വെല്ലുവിളിയായിരുന്നു. പിന്നെ മുന്നോട്ട് പോയാൽ സഭ അതിന്റെ ദർശനത്തിലും തെറ്റിപ്പോയത്, കുരിശുദ്ധങ്ങളുടെ കഥകള്, അതൊന്നും വിശദീകരിക്കാൻ സമയമെടുക്കുന്നില്ല. പെന്തക്കോസ്തിന്റെ ശക്തി വ്യാപരിച്ചതിന് ശേഷം, വിശേഷാൽ 1900 ആണ്ട് ആരംഭിച്ചപ്പോൾ 1906 അസൂസ സ്ട്രീറ്റിൽ ഉണ്ടായ വലിയ ഉണർവ്, ഇന്ത്യയിൽ പണ്ഡിത രമാഭായുടെ മുക്തി മിഷൻ തുടങ്ങി വ്യാപരിച്ച ഉണർവ്. അപ്പോൾ ഈ പെന്തക്കോസ്തിന്റെ ഉണർവ് ആരംഭിച്ചതിന് ശേഷവും ലോകവും ദൈവത്തിന്റെ സഭയും ഒരുപോലെ വെല്ലുവിളികളെ നേരിട്ടിട്ടുണ്ട്. ആ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു മഹാമാരി, ഒരു പാൻഡമിക്, സ്പാനിഷ് ഫ്ലൂ 1918 ആരംഭിച്ചത് എന്ന് നമുക്കറിയാം. 1906 അസൂസ സ്ട്രീറ്റിലെ ഉണർവിൽ നിന്നാണ് ചർച്ച് ഓഫ് ഗോഡ്, അസംബ്ലീസ് ഓഫ് ഗോഡ് തുടങ്ങിയ ദൈവസഭകളുടെ ആവിർഭാവം. ആ ഉണർവിന്റെ തീയിൽ നിന്നാണ് എന്ന് ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും. അപ്പോൾ പെന്തക്കോസ്തിന്റെ ഉണർവ് കത്തി നിന്ന കാലത്താണ്, അതിന് ഒരു 10 വർഷം കഴിഞ്ഞപ്പോഴാണ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ദൈവമക്കളുടെ അടക്കം ജീവൻ കവർന്നെടുത്ത സ്പാനിഷ് ഫ്ലൂ ഉണ്ടായത് നമുക്കറിയാം. ഞാൻ പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? എല്ലാ കാലത്തും ദൈവത്തിന്റെ സഭ ഏതെങ്കിലും തലത്തിലും ഏതെങ്കിലും തരത്തിലുമുള്ള വെല്ലുവിളികളെ നേരിട്ടിട്ടുണ്ട്. വെല്ലുവിളികളില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതം നമുക്കില്ല. അതുകൊണ്ട് എന്തുകൊണ്ട് ഇത് വന്നു എന്ന് നാം ചിന്തിക്കുന്നതിനേക്കാൾ, അതിന് ഉത്തരം പറയാൻ ശ്രമിക്കുന്നതിനേക്കാൾ, ദൈവ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പരിശോധിപ്പാൻ കഴിയുന്ന ഒരു കാര്യം, ക്രൈസിസിന്റെ സമയത്ത്, വെല്ലുവിളികളുടെ സമയത്ത് ദൈവദാസന്മാരും ദൈവസഭയും എങ്ങനെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. ജീവിതത്തിലെ രാഷ്ട്രീയപരമായും ആത്മീയപരമായും ശുശ്രൂഷപരമായും ഏറ്റവും വലിയൊരു വെല്ലുവിളി യെശയ്യാവ് നേരിട്ട കാലത്ത് യെശയ്യാവിന് സംഭവിച്ച ഒരു സംഗതിയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാ. പഴയ നിയമ പുസ്തകങ്ങളെ നമുക്ക് ബൃഹത്തായി 3 തിരിക്കാം. 1 ന്യായപ്രമാണ പുസ്തകങ്ങള് തോറ, 2 പ്രവാചക പുസ്തകങ്ങൾ എന്ന് പറയാം നബീം, 3 കെത്തുവീം എഴുത്തുകൾ എന്ന് പറയാം. അപ്പോൾ ഈ പ്രവാചക പുസ്തകങ്ങളെ പഠനവിധേയമാക്കി 2 തിരിക്കാം. മുൻകാല പ്രവാചകന്മാർ, പിൻകാല പ്രവാചകന്മാർ. ഈ 2 കൂട്ടം പ്രവാചകന്മാരെ എടുത്താലും ഏറ്റവും പ്രസിദ്ധവും ഏറ്റവും കൂടുതൽ കോട്ട് ചെയ്യപ്പെടുന്നതും പുതിയ നിയമത്തിലടക്കം ഏറ്റവും കൂടുതൽ അധികം പരാമർശിക്കപ്പെട്ടിട്ടുമുള്ളതായ ഒരു പ്രവചന ഭാഗമാണ് യെശയ്യാവിന്റെ പ്രവചനം. യെശയ്യാവിന്റെ പ്രവചനം ബൃഹത്തായ ഒരു പുസ്തകമാണ്. മിനിയേച്ചർ ബൈബിൾ എന്ന് പറയാൻ കാരണം ആദ്യത്തെ 39 അധ്യായങ്ങൾ ന്യായപ്രമാണത്തോട് സമവും, ഒടുവിലത്തെ 27 അധ്യായങ്ങൾ, ഒടുവിലത്തെ 29 അധ്യായങ്ങൾ നമുക്കറിയാം പുതിയ നിയമത്തിന് സമാനവും. 40-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് തന്നെ അതുവരെ ന്യായവിധി വിളിച്ചു പറഞ്ഞിട്ട് 40-ാമത്തെ അധ്യായം ആരംഭിക്കുമ്പോൾ എന്റെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ ആശ്വസിപ്പീൻ എന്ന് പറയുന്ന സന്ദേശവുമായിട്ടാണ്. അപ്പോൾ കരുണയുടെ കൃപയുടെ ഒരു സന്ദേശമാണ് 2-ാം ഭാഗത്ത് നാം വായിക്കുന്നത്. അങ്ങനെ വളരെ പ്രസക്തമായ ഒരു പുസ്തകമാണ്. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം പറയുന്നുണ്ട്, അന്നത്തെ സാമൂഹിക സാഹചര്യം പറയുന്നുണ്ട്, അന്നത്തെ സാമ്പത്തിക സാഹചര്യം പറയുന്നുണ്ട്, അന്നത്തെ ആത്മീയ നിലവാരം പറയുന്നുണ്ട്. ഈ പ്രസംഗവുമായി മുന്നോട്ട് പോകുമ്പോ ഞാൻ ഒരു കാര്യം ദൈവജനത്തെ ഓർപ്പിക്കട്ടെ. ഇന്ന് UK-യിലും അമേരിക്കയിലും ഒക്കെ വളരെ ഉയർന്നു കേൾക്കുന്ന ചില പ്രസ്താവനകളാ. സെപ്പറേഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് റിലീജിയൻ, സീക്രട്ട് ആൻഡ് സെക്യുലർ. ഗവൺമെന്റിന്റെ കാര്യം ചെയ്യട്ടെ, ചർച്ചിന്റെ കാര്യം ചെയ്യട്ടെ. എന്നാൽ ഇസ്രയേലിന്റെ കാലത്ത് ആ സെപ്പറേഷൻ ഉണ്ടായിരുന്നില്ല. രാജാവും ഭരണവും ആത്മീയതയും കൃഷിയും എല്ലാം ദൈവവുമായി ബന്ധപ്പെട്ടതായിരുന്നു. എവിടെയെങ്കിലും ഒന്നിന് തകർച്ച വന്നാൽ ബാക്കി എല്ലാ മേഖലകളെയും അത് ബാധിക്കുമായിരുന്നു.
അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ യെശയ്യാവ് 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോ തുടങ്ങുന്നത് ഉസിയാവ് മരിച്ച ആണ്ടിൽ എന്ന് പറഞ്ഞത്രേ. യെശയ്യാവിന്റെ കാലത്ത് 2 തരം രാജാക്കന്മാരുണ്ടായിട്ടുണ്ട്. 4 രാജാക്കന്മാരുടെ കാലത്ത് 40 വർഷം ഇസ്രയേലിന്റെ മതമണ്ഡലത്തിൽ ഭാസുര പ്രഭവീശി ശുശ്രൂഷിച്ച ഒരു പ്രവാചകനാണ് യെശയ്യാവ്. 4 രാജാക്കന്മാരുടെ കാലത്ത് ഉസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ്. ഈ 4 രാജാക്കന്മാരുടെ കാലത്ത് 40 വർഷം പ്രവചന ശുശ്രൂഷ ചെയ്ത ഒരു ഭക്തനായിരുന്നു. അന്നത്തെ ശുശ്രൂഷ കാലഘട്ടം എളുപ്പമായിരുന്നില്ല. ജനത്തിന്റെ പിന്മാറ്റത്തിനെതിരെയും ജനത്തിന്റെ ദൈവിക കൽപ്പനകളോടുള്ള നിഷേധത്തിനെതിരെയും പ്രവചിക്കുകയും പ്രതികരിക്കുകയും ചെയ്തവരായിരുന്നു ഈ പ്രവാചകന്മാർ. പ്രവാചകന്മാർക്കും രാജാക്കന്മാർക്കും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. ദൈവമാക്കിയിരുന്നവരാണല്ലോ രാജാക്കന്മാർ. അങ്ങനെയെങ്കിൽ 52 വർഷം, ശ്രദ്ധിക്കണമേ, 52 വർഷം ഇസ്രയേലിൽ സുന്ദരമായ ഭരണം കാഴ്ചവെച്ച ഒരു രാജാവ്. അവന്റെ കാലത്ത് സാമ്പത്തികമായ രാജ്യം ബലപ്പെട്ടു. അവന്റെ കാലത്ത് രാജ്യത്തിന്റെ ബോർഡേഴ്സ് എല്ലാം സേഫ് ആയിരുന്നു. അവന്റെ കാലത്ത് പ്രോസ്പെരിറ്റി ഉണ്ടായിരുന്നു. അവന്റെ കാലത്ത് മിലിറ്ററിയെ റീഓർഗനൈസ് ചെയ്തു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ജനത്തിന് നല്ല പ്രോസ്പെരിറ്റി, സേഫ്റ്റി, കംഫർട്ട് ഫീൽ ചെയ്ത ഒരു കാലം. പ്രൈസ് ദി ലോർഡ്. യുകെയുടെ ചരിത്രം എഴുതിയാൽ പറയുന്ന രാജാക്കന്മാരുടെ പേരേതാണെന്ന് എനിക്കറിയില്ല. അമേരിക്കയോട് ചോദിച്ചാൽ പറയും റെയ്ഗന്റെ ഭരണകാലം എന്ന് പറയും. സുന്ദരമായ ഭരണകാലം എന്ന് പറഞ്ഞതുപോലെ ഇസ്രയേലിൽ ഓർമ്മിക്കാൻ കഴിയുന്ന ഒരു രാജാവ്, 52 വർഷം ഭരണം നടത്തിയ ഒരു രാജാവ് താൻ മരിക്കുകയാ. സാധാരണ സാഹചര്യത്തിലല്ല താൻ മരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് കംഫർട്ടിന് ഒരു ദോഷം ഭവിക്കുകയാ. ഇതുവരെയുള്ള ജനത്തിന്റെ പ്രതീക്ഷയ്ക്ക് പെട്ടെന്നൊരു മങ്ങലേൽക്കുകയാ. ഉസിയാവ് മരിച്ച് പോയി. എന്താ നാം കാണുന്ന സാഹചര്യം? വളരെ കംഫർട്ടബിൾ ആയി പോയിരുന്ന നാം, ഒരു കുഴപ്പവുമല്ല എന്ന് കരുതിയിരുന്ന നാം, നമ്മെ എല്ലാ തലത്തിലും തൊടുന്ന ഒരു മഹാമാരി നമ്മെ നേരിട്ടിരിക്കുകയാണ്. ഇവിടെ നാം എന്ത് ചെയ്യണം? നിർബന്ധമായും നാം എങ്ങനെ പ്രതികരിക്കണം? ക്ഷമിക്കണം. അപ്പോ ഇങ്ങനെ ഒരു നല്ല രാജാവ് മരിച്ചത് ഒരു സാധാരണ നിലയിലല്ല. കുഷ്ഠം വന്നാ മരിച്ചത്. പഴയ നിയമ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് കുഷ്ഠം വരിക എന്നൊക്കെ പറഞ്ഞാൽ ദൈവിക ശാപമാണെന്ന് കരുതാമായിരുന്നു ഒരു കാലത്ത്. തന്റെ ജീവിതത്തിന്റെ അവസാന നാളുകൾ റോയൽ ഡ്യൂട്ടീസ് ഒരുപക്ഷെ ഇത് നിമിത്തം ചെയ്യാൻ കഴിയാതിരുന്ന ഒരു രാജാവ്. അപ്പൊ എല്ലാം കൊണ്ടും യെശയ്യാവ് ഒരു നോബിൾ കുടുംബത്തിലുണ്ടായിരുന്ന ആളാണെന്നോ, രാജാവുമായിട്ട് പേഴ്സണൽ ഫാമിലി ബന്ധമുണ്ടായിരുന്ന ആളാണെന്നോ, രാജാവിന്റെ കൊട്ടാരത്തിൽ ഏത് സമയം കയറുകയോ ഇറങ്ങുകയോ ചെയ്യാൻ കഴിയുന്ന ആളാണെന്നോ ഒക്കെയാ പറഞ്ഞിരുന്നത്. ഇങ്ങനെ ഒരു രാജാവാണ് ഒരു ദിവസം നീങ്ങപ്പെട്ടത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യെശയ്യാവിനെ മാനസികമായി വളരെ ബാധിച്ച, അവന്റെ പ്രതീക്ഷകളെ ബാധിച്ച, അവന്റെ സ്വപ്നങ്ങളെ ബാധിച്ച, നാളെ എന്താകുമെന്ന് അവനിലും ജനത്തിലും ആശങ്ക ഉളവാക്കിയ ഒരു കാലത്ത് അവൻ യഹോവയുടെ സന്നിധിയിലേക്ക് ചെന്നു. ഇന്ന് രാത്രി നിങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞാനൊരു ദൈവ ശബ്ദം വിളിച്ചു പറയാ. നീ ആശ്രയം വെക്കുന്ന പലത്, നീ ഡ്രീം ചെയ്യുന്ന പലത്, നീ പ്രതീക്ഷിച്ചിരുന്ന പലത്, നിന്റെ ശരീരത്തെയോ നിന്റെ മനസ്സിനെയോ നിന്റെ സമ്പത്തിനെയോ നിന്റെ ദേശത്തെയോ നിന്റെ ശുശ്രൂഷയോ ഒരുപോലെ തൊടുന്നു എന്ന് തോന്നുന്ന കാലത്ത് മറ്റാരിലേക്കും തിരിയരുത്. സ്വർഗത്തിലെ ദൈവത്തിലേക്ക് മാത്രം തിരിയണം. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ പാഠം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുക. 1-2 വാക്യങ്ങളിൽ. A vision of the heavenly against the earthly. A vision of the heavenly against the earthly. In the year that King Uzziah died, the word of God says that I saw the Lord high and exalted, seated on a throne. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു കാഷ്വൽ റീഡറിന്, ഒരു സാധാരണ വായനക്കാരന് എന്താ
ഒരു രാജ്യമാണെങ്കിൽ ഒരു രാജാവ് ഉണ്ടാകും. ഒരു രാജാവിന് എന്നും ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല. ഒരാള് മരിച്ചു, അടുത്തയാള് വരുമെന്ന് സാധാരണ ഒരു കാഷ്വൽ റീഡറിന് തോന്നാം. എന്നാൽ യെശയ്യാവിന് അതായിരുന്നില്ല. ഏറ്റവും അടുത്തറിഞ്ഞവൻ, രാജ്യത്ത് സുന്ദര ഭരണം കാഴ്ചവെച്ചവൻ, രാജ്യത്തിലെ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ കാരണമായവൻ, കംഫർട്ടിൽ ജനം ജീവിക്കാൻ കാരണമായവൻ, ഒരു നിമിഷം നീങ്ങിപ്പോയപ്പോൾ ആശങ്കയോടെ അവൻ വന്നത് ശരി സ്ഥലത്താണ്. ഞാൻ ഒരു കാര്യം പറയാ, എത്ര വലിയ ശുശ്രൂഷകനാണെങ്കിലും, എത്ര വലിയ ആത്മീയനാണെങ്കിലും, എത്ര വലിയ ആത്മനിറവുള്ളവനാണെങ്കിലും അവന്റെ ജീവിതം, അവന്റെ ഹൃദയം ആശങ്കപ്പെടുന്ന, ചഞ്ചലപ്പെടുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരാം. പക്ഷേ നീ തെറ്റായ ഒരിടത്തേക്ക് തിരിയരുത്. നിനക്ക് പോകാൻ ഒരിടമേ ഉള്ളൂ, അത് ദൈവത്തിന്റെ സന്നിധിയാണ്. നിനക്ക് നോക്കാൻ ഒരിടമേ ഉള്ളൂ, അത് സ്വർഗത്തിലെ ദൈവത്തിന്റെ മുഖത്തേക്കാണ്. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ യെശയ്യാവ് ഏറ്റവും അടുത്തിരുന്ന ഒരു രാജാവ്, ഉസിയാവ് മരിച്ച ആണ്ടിൽ. ഈ ഒന്നാമത്തെ വാക്യം എനിക്ക് തരുന്ന 3 വെളിപ്പാടുകളുണ്ട്. ഒന്ന്, റെവലേഷൻ ഓഫ് എ റിയാലിറ്റി. റെവലേഷൻ ഓഫ് എ റിയാലിറ്റി. ഒന്നാമത്തെ വാക്യം എനിക്ക് തരുന്ന 3 വെളിപ്പാടിൽ ഒരു വെളിപ്പാട് ദ റെവലേഷൻ ഓഫ് എ റിയാലിറ്റി. ആർക്കും ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. ഒരു മഹാമാരി ഉണ്ടെന്നുള്ള സത്യം ആർക്കും ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. ആത്മീയനെയും അനാത്മീയനെയും, വലിയവനെയും ചെറിയവനെയും, ഇംഗ്ലണ്ടിന്റെ പ്രൈം മിനിസ്റ്റർ ബോറിസ് ജോൺസനെ തൊട്ട് ബോംബെയിലെ സ്ലമ്മിലെ ഏറ്റവും പാവപ്പെട്ടവനെ വരെ തൊടുന്ന ഒരു മഹാമാരി. ഇറ്റ് ഈസ് എ റിയാലിറ്റി. യെശയ്യാവേ, ഉസിയാവ് മരിച്ചു. ഇറ്റ് ഈസ് എ റിയാലിറ്റി. ലൈഫ് may never be the same. ഒരു പക്ഷെ നീ പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങളാവില്ല. പക്ഷേ ഒരു അൺചേഞ്ചിങ് റിയാലിറ്റി ഉണ്ട്. രണ്ടാമത്തെ വെളിപ്പാട്, ഐ സോ ദ ലോർഡ്. ഒന്ന്, ദ റെവലേഷൻ ഓഫ് എ റിയാലിറ്റി. വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട്, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ സറൗണ്ടിങ്സ്, വാട്ട് ഈസ് ഹാപ്പനിങ് അബൌട്ട് യു, അറൗണ്ട് യു. നിന്റെ ചുറ്റുപാട് എന്ത് സംഭവിക്കുന്നു? ഇറ്റ് ഈസ് എ റിയാലിറ്റി. പക്ഷേ ആ വാക്യത്തിന്റെ രണ്ടാം ഭാഗം പറയുന്നത് I saw the Lord. ഇന്ന് രാത്രി ദൈവസഭയോട് എനിക്ക് ദൂത് പറയാനുണ്ട്. നിനക്ക് പറയാൻ പല റിയാലിറ്റീസ് ഉണ്ട്. നിന്നെ പറ്റി, നിന്റെ ജീവിതത്തെ പറ്റി, നിന്റെ ആരോഗ്യത്തെ പറ്റി, നിന്റെ കുടുംബത്തെ പറ്റി, നിന്റെ തലമുറയെ പറ്റി, നിന്റെ ശുശ്രൂഷയെ പറ്റി നിനക്ക് പറയാനുള്ള പല റിയാലിറ്റീസ് ഉണ്ട്. എന്നാൽ ഒരു ദൈവശബ്ദം വിളിച്ചു പറയാം, there is a greater reality, there is an unchanging God. മാറ്റം വരാത്ത ഒരു ദൈവമുണ്ട്. Is still seated on the throne, and I saw the Lord. യേശയ്യാവേ, നീ ഒരു രാജാവ് മരിച്ചതല്ലേ കണ്ടത്? വേറെ ഒരു കസേര ഞാൻ കാണിക്കാം. ഇത് വോട്ടിട്ടെടുത്ത കസേരയല്ല, അതുകൊണ്ട് വോട്ടിട്ട് മാറ്റാൻ പറ്റത്തില്ല. ഇത് വോട്ടിട്ട് തിരഞ്ഞെടുത്ത കസേരയല്ല, അതുകൊണ്ട് വോട്ടിട്ട് മാറ്റാൻ പറ്റത്തില്ല. ഇത് പണം കൊടുത്ത് കിട്ടിയ കസേരയല്ല, അത് പണം കൊടുത്ത് മാറ്റാൻ പറ്റത്തില്ല. രോഗത്തിന് തൊടാൻ പറ്റാത്ത കസേരയുണ്ട്, കാലത്തിന് തൊടാൻ പറ്റാത്ത കസേരയുണ്ട്, രാഷ്ട്രത്തിന് തൊടാൻ പറ്റാത്ത ഒരു കസേരയുണ്ട്, രാഷ്ട്രീയത്തിന് തൊടാൻ പറ്റാത്ത ഒരു കസേരയുണ്ട്, ബലവാനെ പിടിച്ചിറക്കാൻ കഴിയാത്ത ഒരു കസേരയുണ്ട്. ഉന്നതന് മീതെ ഒരത്യുന്നതനുണ്ട്. നിന്റെ വേദനയുടെ നാടുകളിൽ അവന്റെ മുഖത്തേക്ക് വേണം നോക്കാൻ. സ്തോത്രം, സ്തോത്രം. നിനക്കറിയാവുന്ന രാജാവിരുന്ന കസേര പോലെയല്ല ഈ കസേര. അനാദിയായി ശാശ്വതമായും അവൻ ഇവിടെ ഇരിക്കുകയാണ്. ഗതിഭേദത്താലുള്ള ആച്ഛാദനം അവനില്ല. അവൻ കോവിഡിനെ ഭയപ്പെടുന്നില്ല, അവൻ മാറുന്ന സാഹചര്യത്തെ ഭയപ്പെടുന്നില്ല. നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് കണ്ടവൻ ഉയരത്തിലുണ്ട്. ആ കസേരയ്ക്ക് മാറ്റം വരത്തില്ല, ആ രാജാവിന് മാറ്റം വരത്തില്ല. I saw the Lord. I pray that this will be a time in the lives of the Church of Jesus Christ that we see God. ദൈവത്തെ പറ്റിയുള്ള ഒരു ദർശനം, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദർശനം. യോഗ്യം പാസ്റ്ററെ, പ്രിയമുള്ളവരെ, എന്നെക്കാൾ വളരെ വളരെ പ്രായമുള്ള പരിചയമുള്ള ദൈവദാസന്മാരെ, എന്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഇത്ര അനുഗ്രഹിക്കപ്പെട്ട 4 മാസങ്ങൾ ഉണ്ടായിട്ടില്ല.
സത്യം ഞാൻ പറയുക, വിസിറ്റില്ല, ചർച്ചില്ല, ആരാധനയിൽ എല്ലാം ശരിയാ. പക്ഷെ ഇത്ര അനുഗ്രഹിക്കപ്പെട്ട 4 മാസങ്ങൾ വചനം വായിക്കാൻ, ദൈവസന്നിധിയിൽ ഇരിക്കാൻ, ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത ചില വെളിപ്പാടുകൾ ഏറ്റെടുക്കാൻ ഞാൻ ഒരു പ്രവചന ദൂത് പറയാ. സഭകളെ ദൈവം ഒരുക്കുകയാ. പരിമിതപ്പെടുത്തി നിനക്ക് ചില വെളിപ്പാടുകൾ തരിക. പണം കുറഞ്ഞാലും വെളിപ്പാട് കുറയുന്നില്ല കേട്ടോ. ഹല്ലേലൂയ. പലതിനും മുടക്കം വന്നാലും വെളിപ്പാട് വർദ്ധിക്കുകയാണ്. ഇതുവരെ നോക്കിയത് ചുറ്റുപാടിനെയാണെങ്കിൽ, ഇതുവരെ നോക്കിയത് പണം തരുന്ന സന്തോഷത്തെയാണെങ്കിൽ, ഇതുവരെ നോക്കിയത് ഭാവിയെ കെട്ടിപ്പടുക്കാനുള്ളതിനെ ആണെങ്കിൽ, ഇതുവരെ നോക്കിയത് ജോലി തരുന്നവരെയും ജോലി തരുന്ന കമ്പനിയെയും ആണെങ്കിൽ, ഇതുവരെ നോക്കിയത് മറ്റു പല രാജാക്കന്മാരെയും മറ്റു പല ഇൻഫ്ലുവൻസിനെ ആണെങ്കിൽ, പിടിച്ചു വീട്ടിനകത്തിരിക്കുക. തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കാൻ, മാറ്റം വരാത്തവന്റെ മുഖത്തേക്ക് നോക്കാൻ, വെളിപ്പാട് തരുന്നവന്റെ മുഖത്തേക്ക് നോക്കാൻ. I saw the Lord. And there is a third reality that I see in verse 1. ഒന്നാമത്തെ വാക്യത്തിലെ 3 വെളിപ്പാടുകളെ പറ്റിയാ പറഞ്ഞു. ഒന്ന്, a reality of what is happening. 2, a reality of an unchanging God. These lessons are under the first lesson. And 3, the reality of the presence of God. And I saw the robe. അവന്റെ വസ്ത്രം. ഈ ദൈവത്തിന്റെ തിരുവചനത്തിന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. യെശയ്യാവ് ഒരു രാജാവ് പോയ സങ്കടത്തില. ഇന്ന് എന്നെ കേൾക്കുന്ന ജീവിതങ്ങളെ വിവേചിച്ച് ദൈവാത്മാവ് ഇടപെടുക. നിന്റെ സങ്കടം അറിഞ്ഞ് നിന്നോട് ഇടപെടാൻ കഴിയുന്നവനാ ദൈവം. ഇതിന്റെ അർത്ഥം ദൈവത്തിന് ഇരിക്കാൻ ഒരു കസേരയുണ്ടെന്നും, ഇതിന്റെ അർത്ഥം ദൈവത്തിന്റെ തലയിൽ ഒരു കിരീടമുണ്ടെന്നും, ഇതിന്റെ അർത്ഥം ദൈവത്തിന് ഒരു ഉടുപ്പുണ്ടെന്നൊന്നും അല്ല. മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതിയിരിക്കുക. യെശയ്യാവിന്റെ സങ്കടം രാജാവ് മരിച്ചതാണെങ്കിൽ യെശയ്യാവിനെ കാണിച്ച കാഴ്ച രാജാവിനെ കുറിച്ചാ. യെശയ്യാവ് കണ്ടിട്ടുള്ള രാജാവിന്റെ ഉടുപ്പിന് തിളക്കമുണ്ടായിരുന്നു, രാജാവിന്റെ ഉടുപ്പിന് രാജകീയ പ്രൗഢി ഉണ്ടായിരുന്നു. എന്നാൽ തമ്പുരാൻ ഒരു കാഴ്ച കാണിക്കുകയെ കേട്ടോ. കറയില്ലാത്ത, ചുളിവില്ലാത്ത, തേജസ് വാരി പുതച്ച ഒരു വസ്ത്രത്തിന്റെ കാഴ്ച അവൻ കാണിക്കുകയാ. ഈ രാജാവിനെ വിശേഷമാക്കുന്നത് അവന്റെ മുടിയല്ല, അവന്റെ താടിയല്ല, അവന്റെ മുഖശ്രീയല്ല, അവന്റെ മുഖത്തിന്റെ ഐശ്വര്യമല്ല. ഈ രാജാവിനെ വിശേഷതയുള്ളതാക്കുന്നത് അവനെ പൊതിഞ്ഞിരിക്കുന്ന തേജസ്. പത്മോസ് ദ്വീപിലായിരുന്നു യോഹന്നാൻ അത് കണ്ടു. സഭയുടെ നടുവിലൂടെ ഉലാവുന്ന തേജോ രൂപിയായ യേശുവിന്റെ ദർശനം. മനുഷ്യനെ ഉയർത്താൻ സഭ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഉയർത്താൻ സഭ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, കോവിഡ് കാലത്ത് ഒരു പാഠം പഠിക്കണം. നാം ഉയർത്തുന്നവരും നമ്മെ ഉയർത്താമെന്ന് പറയുന്നവരാരും എന്നും നിലനിൽക്കത്തില്ല. തേജസ്സുള്ള ദൈവത്തിന്റെ ദർശനം, ദൈവത്തിന്റെ സഭ കാണണം. തമ്പുരാന് വസ്ത്രം എന്ന റോബെന്ന ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നെങ്കിലും ഗ്രീക്ക് സെപ്റ്റജന്റിലെ പദപ്രയോഗം presence of God എന്ന് തന്നെയാ. That the presence of God filled the temple. ഹല്ലേലൂയ. നിന്റെ പ്രശ്നത്തിലും നിന്റെ വിഷയത്തിലും നിന്നോട് ശുശ്രൂഷ ചെയ്യാൻ കഴിയുന്ന യാഥാർത്ഥ്യത്തിന്റെ പേരാ ദൈവ സാന്നിധ്യം. കേട്ടോ, ഞാൻ ധാരാളം മനുഷ്യരെ കാണാറുണ്ട്, ഇടപെടാറുണ്ട്. 10,000 നടുക്കും ഭയത്തോടെ നിൽക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു യഥാർത്ഥ ഭക്തൻ എത്ര ഇരുട്ടുള്ള മുറിയിൽ മുട്ടുമടക്കിയാലും തമ്പുരാന്റെ സാന്നിധ്യം അറിഞ്ഞാൽ അവന്റെ ഭയം നീങ്ങിപ്പോകും, അവന്റെ ആങ്സൈറ്റി നീങ്ങിപ്പോകും. നിങ്ങൾ ഇരിക്കുന്ന മുറിയിലേക്ക് ആ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. ഏത് വേദനയോടെ, ഏത് നഷ്ടബോധത്തോടെ, ഏത് ഭാരത്തോടെ, ഏത് ചോദ്യത്തോടെ, ഏത് വെല്ലുവിളിയോടാണ് ഇന്ന് രാത്രി ഈ കമ്പ്യൂട്ടറിന് മുമ്പിൽ നീ ഇരിക്കുന്നതെങ്കിലും, നീ ഇരിക്കുന്നിടത്ത് നിന്റെ വേദനയ്ക്ക് മാറ്റം വരുത്താൻ അവന്റെ സാന്നിധ്യത്തിന് ഇറങ്ങി വരാൻ കഴിയും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി തൊടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. That the presence of God. I know many pastors are watching us, church leaders are watching us. ഞാൻ ഒരു പാസ്റ്റർ ആകട്ടോ,
അവന്റെ മഹത്വം ആലയത്തെ മൂടണമെങ്കിൽ അവന്റെ നിപ്പ് നടുക്കായിരിക്കണം. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ 4 എത്തണമെങ്കിൽ അവന്റെ നിൽപ്പ് നടുക്കായിരിക്കണം. എനിക്കൊരു ദൂത് പറയാനുണ്ട്. നമ്മുടെ ശുശ്രൂഷയിൽ ദൈവം നിൽക്കുന്ന ഇടം നടുക്കായിരിക്കണം. നമ്മുടെ കുടുംബത്ത് ദൈവം നിൽക്കുന്ന ഇടം നടുക്കായിരിക്കണം. നമ്മുടെ സഭയിൽ യേശു നിൽക്കുന്ന ഇടം നടുക്കായിരിക്കണം. എത്ര പണക്കാര സഭയിലുണ്ടെങ്കിലും, എത്ര പ്രശസ്തൻ സഭയിലുണ്ടെങ്കിലും, എത്ര കഴിവുള്ളവൻ സഭയിലുണ്ടെങ്കിലും, നടുക്ക് നിൽക്കുന്നവൻ ഒരുത്തൻ മാത്രം. അത് സ്വർഗത്തിലെ ദൈവമാകണം. മനുഷ്യനെ നടുക്ക് നിർത്തിയാൽ മനുഷ്യന്റെ മിടുക്കെ കാണത്തുള്ളൂ. മനുഷ്യനെ നടുക്ക് നിർത്തിയാൽ മനുഷ്യന്റെ മഹത്വമേ കാണത്തുള്ളൂ. തമ്പുരാൻ നടുക്ക് നിന്നാൽ അവന്റെ തേജസ് ആലയത്തെ നിറയ്ക്കും. That God must be at the center of our church, of our life and of our ministry. ഓരോ വേദഭാഗം വായിച്ചപ്പോ എന്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിന്ത, വ്യാഖ്യാനത്തിന്റെ അതിരുകൾ വിടാതെ ഞാൻ പറയാം. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലുകൾ നിറച്ചെന്താ. എന്റെ യേശു പരശുശ്രൂഷ ചെയ്ത കാലത്ത് രോഗിണിയായ ഒരുവൾ ആ വസ്ത്രത്തിന്റെ തൊങ്ങലെ ഒന്ന് തൊട്ടെന്നും സൗഖ്യം പ്രാപിച്ചെന്നും ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ. ഈ വേദഭാഗം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അവന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നിടത്ത് രോഗസൗഖ്യമുണ്ട്. ബഹുമാനപ്പെട്ട ജോക്കുര്യൻ പാസ്റ്ററെ പോലെ, ബഹുമാനപ്പെട്ട ബിജോയ് പാസ്റ്ററെ പോലെ ഞങ്ങളൊക്കെ ഒന്നാന്തര പെന്തക്കോസ് ഉപദേശിമാരുടെ മക്കളാ. ക്ലാസിക്കൽ പെന്തക്കോസ്റ്റൽ, കൺസർവേറ്റീവ് പെന്തക്കോസ്റ്റൽ, ഓൾഡ് ഫാഷൻഡ് പെന്തക്കോസ്റ്റൽ എന്ന് പറയാൻ ആരുടെ മുമ്പിലും മടിയില്ലാത്തവരാ ഞങ്ങൾ. പെന്തക്കോസിൽ രോഗസൗഖ്യമുണ്ട്, യേശുവിന്റെ നാമത്തിൽ രോഗസൗഖ്യമുണ്ട്. ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും രോഗത്തിന്റെ കാഠിന്യത്തിലാണെങ്കിൽ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിന്, അവന്റെ സാന്നിധ്യത്തിന് നിന്റെ ശരീരത്തിന്മേൽ രോഗസൗഖ്യം വെളിപ്പെടുത്താൻ കഴിയും. വാട്ട് ഷുഡ് ദ ചർച്ച് ഡു അറ്റ് എ ടൈം ഓഫ് ക്രൈസിസ്? ക്രൈസിസിന്റെ മധ്യത്തിൽ നാം എന്താ ചെയ്യേണ്ടത്? We should stop looking around from an earthly perspective. We should move to a heavenly perspective. 10 മിനിറ്റ് സമയമാണ് എനിക്ക് മുമ്പിലുള്ളത്. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. രണ്ടാമത്തെ പാഠം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുക. ഒന്ന്, നമ്മൾ ആരാധിക്കുന്ന ആരാധ്യനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണെങ്കിൽ അടുത്തത് ആരാധനയെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ്. ദൈവം എത്ര വലിയവൻ, അവന്റെ തേജസ് എത്ര വലുതെന്നൊക്കെയാ ഇവിടെ കണ്ടത്. രണ്ടാമത്തെ ലെസൺ, എ വിഷൻ ഓഫ് ട്രൂ വർഷിപ്പ്, യഥാർത്ഥ ആരാധനയെ കുറിച്ചുള്ള ഒരു ദർശനം. Above it stood seraphims, each with 6 wings എന്ന് പറഞ്ഞാണ് ആ വേദഭാഗം തുടങ്ങുന്നത്. യശയ്യാപ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന 2 ഏഞ്ചലിക് ഹോസ്റ്റിൽ 1 സെറഫിംസ്. ഈ വേദഭാഗം ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ഒരു കാഴ്ചപ്പാട് ആരാധനയെ കുറിച്ചുള്ള. സെറഫിം എന്ന വാക്കിനെ പറ്റി സ്കോളേഴ്സിന്റെ ഇടയിൽ പല ചിന്തകളുണ്ട്. അവർ ചെയ്തിരുന്ന കാര്യത്തിനനുസൃതമായ ഒരു പേരെന്ന് പറയുന്നുണ്ട്. സെറഫിം എന്ന വാക്കിന്റെ അർത്ഥം ബേണിംഗ് എന്ന, കത്തുക എന്ന, എരിയുന്ന, ജ്വലിക്കുന്ന ജീവികൾ, എരിയുന്ന ജ്വലിക്കുന്ന ജീവികൾ. വീണ്ടും വ്യാഖ്യാനത്തിന്റെ അതിർവരമ്പുകൾ വിടാതെ ആരാധനയെ കുറിച്ചൊരു കാഴ്ചപ്പാട് പറയാം. ആരാധിക്കാൻ വളരെ കൊതിയുള്ള ആളാ. ആരാധന എന്ന് പറയുമ്പോൾ വെറും കൈകൊട്ടിലോ ഒച്ചപ്പാടിലോ ഒതുങ്ങുന്നതാണെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ശരീരം കൊണ്ട് പ്രകടമായ ഭാഷയിൽ ആരാധിക്കാൻ ഇഷ്ടമുള്ള ആളാ ഞാൻ. പ്രൈസ് ദി ലോർഡ്. കാരണം ഞാൻ വേദപുസ്തകം വായിക്കുന്ന ഇടത്തെല്ലാം ദൈവം എവിടെ ഇറങ്ങി വന്നിട്ടുണ്ടോ, ദൈവ സാന്നിധ്യം എവിടെ ഇറങ്ങി വന്നിട്ടുണ്ടോ, ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്റെ സഭയിൽ പരിശുദ്ധാത്മാവുണ്ട്, നീ അറിയണം. നിന്റെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ നീ അറിയണം. സഭാ നടപടി ഒരു പ്രോഗ്രാം ആണെങ്കിൽ ജനം സാന്നിധ്യം അറിയത്തില്ല. പക്ഷെ സഭാരാധനയിൽ ആത്മസാന്നിധ്യം ഇറങ്ങി വന്നാൽ അകത്തൊരു അല്പ ആത്മാവുള്ളവൻ അറിയും. ഇതേ ഞാൻ അഭിപ്രായം പറയുകയല്ല. ഞാൻ കുറെ വർഷങ്ങളായി ഈ പുസ്തകത്തിന്റെ ഒരു സ്റ്റുഡന്റാ.
പണ്ഡിതനല്ല, പഠിതാവ് മാത്രമാ. ഈ പുസ്തകത്തിന്റെ ഒരു സ്റ്റുഡന്റാ. ഇവിടെ ഞാൻ വായിക്കുന്നു, തിയോഫനി, ദൈവിക പ്രത്യക്ഷത എപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ടോ, ജനം കവിണ്ണു വീണിട്ടുണ്ട്, ജനം വിറച്ചിട്ടുണ്ട്, ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ നിന്റെ അകത്തൊരു കത്തലുണ്ടാകണം. ആരും നിർബന്ധിച്ചിട്ടാകരുത് നീ ദൈവത്തെ സ്തുതിക്കുന്നത്, ആരും പറഞ്ഞിട്ടാകരുത് നീ ദൈവത്തെ ആരാധിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുന്നവന്റെ ആരാധനയ്ക്കകത്ത് ഒരു കത്തലുണ്ടാകണം. എന്റെ ദൈവം തീഷ്ണതയുള്ള ദൈവമാ. അവനെ ആരാധിക്കുന്നവന്റെ അകത്തും ഒരു തീഷ്ണത വേണം, അതിന് ഒരു കത്തൽ വേണം. സ്തോത്രം. ശുശ്രൂഷ ചെയ്താൽ തീഷ്ണതയോടെ ചെയ്യണം. ദൈവത്തെ ആരാധിച്ചാൽ തീഷ്ണതയോടെ ചെയ്യണം. ദൈവത്തോടുള്ള ഇടപാടുകളൊന്നും ഉഴപ്പി ചെയ്യരുത്, മടിയായി ചെയ്യരുത്, അലസതയോടെ ചെയ്യരുത്. ഒരു പാപവും ഇല്ലാത്ത സിൻലെസ് ബീയിങ്സിന് ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ പറ്റിയില്ല. അവർ രണ്ടുകൊണ്ട് കണ്ണുമൂടി, രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് പറന്നു നിന്ന് ഒരു നിമിഷം ബ്രേക്ക് ഇല്ലാതെയാ ദൈവത്തെ സ്തുതിച്ചത്. ഈ ദിനങ്ങളിൽ ആരാധനയെ പറ്റി ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാകണം. രണ്ടാമത്തെ വാക്യത്തിൽ പാഠത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന രണ്ടാമത്തെ വെളിപ്പാട് വിഷൻ ഓഫ് ദ ഹോളിനെസ് ആണ്. ദ വിഷൻ ഓഫ് ദ ഹോളിനെസ് ഓഫ് ഗാഡ്. ഈ കാലങ്ങളിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു വെളിപ്പാട് അതാണ് ഞാൻ കരുതുകയാണ്. ഇഷ്ടം പോലെ സമയവാചനം വായിക്കാനും ഒക്കെ ഉണ്ടല്ലോ. ഈ ദിനങ്ങളിൽ നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ, കുറെ നാളായി പെന്തക്കോസിൽ ഞാൻ കേൾക്കുന്ന ഉപദേശം മുഴുവനും അനുഗ്രഹിക്കൂ അനുഗ്രഹിക്കൂ എന്നുള്ള ഉപദേശമാണ്. ഞാൻ കുറെ നാളായി മാനസാന്തരപ്പെടണമെന്ന് ആരെങ്കിലും പ്രസംഗിച്ച് കേട്ടിട്ട്. ഞാന് വലിയ ആളായതുകൊണ്ടല്ല, കഴിഞ്ഞ ചില ആഴ്ചകളായി ഇന്ന് രാവിലെ സഭയെ മാനസാന്തരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. മാനസാന്തരമാ വേണ്ടിയത്. യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നു. നമുക്ക് ഹല്ലേലൂയ. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സൂം മീറ്റിംഗിലായിരുന്നു. ഞാൻ കഴിവുള്ളിടത്തോളം ആരെയും കുറ്റം പറയാറില്ല. അതിനകത്ത് ഒരാൾ കണ്ട ഒരു പ്രവചനം ഇങ്ങനെ വിളിച്ചു പറയുന്നത് കേട്ടു. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ആരുടെയോ പാസ്പോർട്ടിൽ അമേരിക്കയ്ക്ക് പോകാനുള്ള വീസ അടിക്കുന്ന ദർശനം കണ്ടെന്ന്. ഇതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, കണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇതൊക്കെ കേൾക്കുമ്പോ ഒരു സന്തോഷം അറിയാതെ തോന്നും. അയ്യോ, മനുഷ്യനെ സ്തോത്രം പറയിപ്പിക്കാൻ വീസ അടിച്ചെന്നല്ല പറയേണ്ടത്. ഹല്ലേലൂയ. തമ്പുരാൻ അതുകൊണ്ട് എന്നാ ഗുണം? നാം ശുദ്ധീകരിക്കപ്പെട്ടാൽ സഭ ശുദ്ധീകരിക്കപ്പെടും. ശുശ്രൂഷയുടെ തലങ്ങളിൽ വ്യത്യാസം വരും. ഹല്ലേലൂയ. ഇവിടെ ഇവർ കാണുന്ന ദർശനം വിശുദ്ധിയുടെ ദർശനമാ. ഒരു പ്രാവശ്യമല്ല, 3 പ്രാവശ്യം. വേദപുസ്തക പഠനത്തെ പറ്റി അല്പം അറിയാവുന്ന ആർക്കെങ്കിലും അറിയാം, ഒരു വാക്ക് വേദപുസ്തകത്തിൽ ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മുടെ അറ്റൻഷൻ ഡ്രോ ചെയ്യുക. Verily, verily, I say unto you, ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു. ശിമോൻ പത്രോസേ, ശിമോനെ, ശിമോനെ വിളിച്ചു പറയുന്നു. എപ്പോഴൊക്കെ ഒരു വിളി ആവർത്തിച്ചിട്ടുണ്ടെങ്കിലും ദൈവം നമ്മുടെ ശ്രദ്ധയെ വിളിക്കുക കേട്ടോ. ഇത് ദൈവത്തിന്റെ ദൂത സഞ്ചയം. സറാഫുകൾ ഒരു പ്രാവശ്യമല്ല, അവർ കണ്ട വെളിപ്പാട്. സൈക്കിള് മാറ്റി കാറ് കൊടുക്കുന്ന ദൈവത്തിന്റെ വെളിപ്പാടല്ല ദൈവസഭയ്ക്ക് വേണ്ടിയത്. അംദാറഗദേ വൈശന, സൈക്കിളിൽ നിന്ന് കാറ് കൊടുക്കുന്ന ദൈവത്തിന്റെ വെളിപ്പാടല്ല ഈ കാലത്തെ ദൈവസഭയ്ക്ക് വേണ്ടിയത്. വിശുദ്ധനായ ദൈവത്തിന്റെ വെളിപ്പാട്, വിശുദ്ധനായ ദൈവത്തിന്റെ വെളിപ്പാട്, അതാ ദൈവസഭയ്ക്ക് വേണ്ടിയത്. സ്തോത്രം. കാറിൽ നിന്ന് കെട്ടിടത്തിലേക്കും, കെട്ടിടത്തിൽ നിന്ന് മണിമാളികളിലേക്കും നിന്നെ തള്ളിവിടുന്ന ഒരു ദൈവത്തിന്റെ ദർശനമല്ല ഈ ദിനങ്ങളിൽ വേണ്ടിയത്. അവൻ പരിശുദ്ധനാണ്, അവൻ പരിശുദ്ധനാണ്, അവൻ പരിശുദ്ധനാണ് എന്നൊരു വെളിപ്പാട് വേണ്ടിയത്. ദൈവത്തിന്റെ വിശുദ്ധി കാണുന്നവനെ ദൈവത്തിന് ഭയപ്പെടാൻ പറ്റത്തുള്ളൂ. ദൈവിക വിശുദ്ധിയെ പറ്റി വെളിപ്പാടുള്ളവനെ ദൈവത്തിന്. ഈ പോസ്ചറും പ്രൊക്ലമേഷനും ഒക്കെ തമ്മിൽ ബന്ധമുണ്ട് കേട്ടോ. നമ്മൾ വാച്ച്മെന്നി ഒരിക്കൽ പറഞ്ഞു, ഇരുന്നോണ്ട് യുദ്ധം ചെയ്യുന്ന ഒരു കൂട്ടരേ ഉള്ളൂ, അത് ദൈവമക്കളാണ്. ബിക്കോസ് വി ആർ സീറ്റഡ് ഇൻ ദ ഹെവൻലീസ് എന്ന് പറയുന്ന പോലെ കുറെ നാളായിട്ട് നമ്മൾ ഇരുന്നോണ്ട്, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഇരുന്നോണ്ട് പ്രസംഗിക്കുന്നത്. എന്തോ ചെയ്യാൻ. സ്തോത്രം. കഴിഞ്ഞ ദിവസം ചർച്ചിൽ ഒരു ആന്റി പറഞ്ഞു, പാസ്റ്റർ ഒരു നല്ല പാസ്റ്റർ ശരി പ്രസംഗം കേട്ട് 4 മാസം. ഞാൻ ചോദിച്ചു, അതന്നെ അങ്ങനെ പറയാം?
പാസ്റ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതെ നിന്ന് പ്രസംഗിക്കുന്നതുകൊണ്ട് ഒരു രസമില്ലെന്ന് പറയുന്നു. ഇപ്പൊ നമ്മളെല്ലാരും അങ്ങ് പരിമിതപ്പെട്ടിരിക്കുക. സ്തോത്രം. പക്ഷേ ദൈവസാന്നിധ്യം വരുമ്പോ ഒരു പോസ്ചർ ഞാൻ എല്ലായിടത്തും കാണുന്നുണ്ട്. ദൈവസാന്നിധ്യം വരുമ്പോ അറിയാതെ തല കുനിയുന്നതും കവിഴുന്നതും മുട്ടേൽ നിൽക്കുന്നതും ഭയം തോന്നുന്നതും. സ്തോത്രം. അപ്പോ ഈ വിശുദ്ധിയെ കുറിച്ചും ദൈവസാന്നിധ്യത്തെ കുറിച്ചും ഒക്കെ ഒരാൾക്ക് ബോധ്യം വന്നാൽ അവന്റെ ശരീരത്തെയും അവന്റെ നിൽപ്പിനെയും അവന്റെ മനോഭാവത്തെ എല്ലാം അത് ബാധിക്കും. സ്തോത്രം. അഹങ്കാരത്തോടെ ആർക്കും ദൈവസന്നിധിയിൽ നിൽക്കാൻ പറ്റത്തില്ല. തലകുനിച്ചും താഴ്മയോടും വിനയത്തോടും വിശുദ്ധി ബോധത്തോടും ഒക്കെ ദൈവസന്നിധിയിൽ നിൽപ്പാൻ കഴിയത്തുള്ളൂ. അടുത്ത വെളിപ്പാട് പറഞ്ഞ് എന്റെ സമയം ആയല്ലോ, 3 മിനിറ്റോ മറ്റോ. അടുത്ത വെളിപ്പാട് പാഠം 5 മുതൽ സീയിങ് ആൻഡ് സെൻസിങ് അവർ സിൻഫുൾനെസ്. സീയിങ് ആൻഡ് സെൻസിങ് ആർ സിൻഫുൾനെസ്. അടുത്ത വെളിപ്പാട് എന്നാ? പ്രവാചകന് ദൈവിക വിശുദ്ധിയെ കുറിച്ച് വെളിപ്പാടുണ്ടായപ്പോൾ അവന്റെ പാപത്തെ കുറിച്ച് അവന് വെളിപ്പാടുണ്ടായി. ഓ ദാറ്റ് ഐ ആം എ റിച്ചഡ് മാൻ. ഞാൻ പാപമുള്ളവൻ. ആദ്യം പറയുന്നത് എന്റെ ആധാരത്തിൽ പാപമുണ്ടെന്നോ. എനിക്ക് ചില മിനിറ്റുകൾ വിശദീകരിക്കുന്ന സമയമുണ്ടെങ്കിലും ഞാൻ പരിമിതിയിൽ നിന്നുകൊണ്ട് പറയാം. ദൈവസഭയ്ക്ക് ആദ്യമേ ശുദ്ധീകരണം വരേണ്ട ഒരു മേഖല നാക്കാ കേട്ടോ. നാക്കാ. നമ്മളും ദൈവമായിട്ടുള്ള ബന്ധത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മേഖലയാ നാക്ക്. കാര്യം ദൈവത്തെ ആരാധിക്കുന്ന ഈ നാക്കുകൊണ്ട്, ദൈവത്തെ പ്രസംഗിക്കുന്ന ഈ നാക്കുകൊണ്ട്, പെന്തക്കോസ്ത് നാളിൽ ആത്മശക്തി വന്ന് തൊട്ടത് ഈ നാക്കിനെയാ. യെശയ്യാവിന്റെ നാവിനെ തൊട്ടു. ഈ ദിനങ്ങളിൽ നമ്മുടെയൊക്കെ നാവിനെ തൊടണം, നമ്മുടെയൊക്കെ രീതികളെ തൊടണം, നമ്മുടെയൊക്കെ സംസാരങ്ങളെ തൊടണം, നമ്മുടെയൊക്കെ ശുശ്രൂഷകളെ തൊടണം. യെശയ്യാവിന് സിൻഫുൾനെസ്സിനെ പറ്റിയുള്ള അവയർനെസ് ആ വന്നത്. ഈ ദിനങ്ങളിൽ മാനസാന്തരത്തിലേക്കും പാപം ഏറ്റുപറയുന്നതിലേക്കും ഒക്കെയുള്ള ആഴമായ ചില ശുദ്ധീകരണ നടപടികൾ നമ്മൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. ക്രൈസിസിന്റെ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന്, ലോകത്തിൽ നിന്ന് ഉയരത്തിലേക്ക് ദൃഷ്ടിയെ പതിപ്പിക്കാം. ദൈവത്തിന്റെ തേജസ് കാണാം, അവന്റെ മഹത്വം കാണാം, അവന്റെ വിശുദ്ധി കാണാം. നമ്മളിലെ പാപം കണ്ട് മടങ്ങി വരാം, ഏറ്റുപറയാം. അതിനായി ദൈവം കൃപ ചെയ്യട്ടെ. അവസരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹീതമായ ദൈവാലോചനയ്ക്കായിട്ട് കർത്താവിനെ വാഴ്ത്തുകയാണ്. ഒരു വെല്ലുവിളിയുടെ കാലത്താണ് നാം ജീവിക്കുന്നത്. എന്തു ചെയ്യണം എന്നുള്ള വിഷയത്തിൽ വ്യക്തമായ ചില കാര്യങ്ങൾ കർത്താവിന്റെ ദാസൻ ഡോക്ടർ സാബു വർഗീസിൽ നിന്ന് നമുക്ക് ലഭിക്കുവാനിടയായല്ലോ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങൾ വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക എന്ന എബ്രായലേഖനക്കാരൻ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഈ വചനങ്ങൾ ഇടയാക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസനോട് നന്ദി അറിയിക്കുന്നു. ഈ സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നു, അവിടെ അമേരിക്കയിലെ സമയമനുസരിച്ച് വെസ്ലി പാസ്റ്റർ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ അത് പറയുവാനിടയായി. ഉച്ച കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് 2:30-3 മണി സമയമാണ്. ഈ സമയത്ത് പ്രസംഗിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ വളരെ അനുഗ്രഹീതമായി ആത്മനിറവിൽ നല്ല ഒരു ചിന്ത കർത്താവിന്റെ ദാസൻ ഷെയർ ചെയ്തു. ദൈവസഭയ്ക്ക് അത് വളരെ അനുഗ്രഹമായിരുന്നു. അത് ഞങ്ങള് ആമേൻ COG UK ആൻഡ് അയർലൻഡിന്റെ പേരിൽ, കർത്താവിന്റെ ദാസൻ ജോബിൻ പാസ്റ്ററിന്റെ പേരിൽ, ഞങ്ങളുടെ സഭയുടെ എല്ലാ ഉത്തരവാദിത്തപ്പെട്ട ദൈവദാസന്മാരുടെ പേരിലും കർത്താവിന്റെ ദാസനെ നന്ദി അറിയിക്കുന്നു. അമ്മേ തുടർന്നും കർത്താവിന്റെ ദാസനെ ദൈവം ശക്തമായ കരങ്ങളിൽ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. തുടർന്നുള്ള സമയം ഇന്റർസെസറി പ്രയറിന്റെ സമയമാണ്. ഇവാഞ്ചലിസ്റ്റ് ജിബിൻ ജോർജ് ഗ്ലാസ്ഗോയെ ക്ഷണിക്കുന്നു. തുടർന്നുള്ള 20 നിമിഷങ്ങൾ വിധങ്ങളാകുന്ന വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. അതിനുവേണ്ടി ഇവാഞ്ചലിസ്റ്റ് ജിബിൻ ജോർജ് ലീഡ് ചെയ്യും. പ്രാർത്ഥനയോടെ നമുക്ക് എല്ലാവർക്കും അതിൽ സഹകരിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം നമ്മൾ കേട്ടുകൊണ്ടായിരിക്കുകയായിരുന്നു. തുടർന്നുള്ള ഒരു 15-20 മിനിറ്റ് നമ്മൾ ചില വിഷയങ്ങൾക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും ഒരു പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. നമ്മൾ ആദ്യമായിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡിന്റെ വിഷയങ്ങളെ പറ്റിയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അനേകർക്ക് വിടുതലുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ, ഫോട്ടോകൾ, വീഡിയോകളൊക്കെ നമുക്ക് കാണുവാൻ ഇടയാക്കി. ദൈവം അത്ഭുത സൗഖ്യങ്ങൾ
രോഗസൗഖ്യങ്ങൾ കൊടുത്തു. അതിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. തുടർന്ന് നമുക്ക് വീണ്ടും കോവിഡിന്റെ വിഷയങ്ങൾ ഭാരം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാജ്യത്ത് തന്നെ അനേകര് ദൈവമക്കള് ഭാരത്തിലായിരിക്കുന്നു, പ്രയാസത്തിലായിരിക്കുന്നു. അവരുടെ കുടുംബങ്ങളെയൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. വിശാൽ ഭാരതദേശത്തെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അവിടെ ഞാൻ ഇപ്രകാരം ഇന്നൊന്നും നോക്കുവാനിടയിൽ തീർന്നു. ഏകദേശം 5.5 ലക്ഷത്തോളം ആളുകൾ കോവിഡിന്റെ ബാധയാൽ അടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ 16,500ഓളം മരണങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ നടന്നിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് അവിടെ കോവിഡിന്റെ വിഷയങ്ങൾ ഭാരതദേശത്ത് ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവര്, നമ്മുടെ കുടുംബങ്ങളൊക്കെ നാട്ടിലായിരിക്കുന്നു. അവിടെയുള്ള ശുശ്രൂഷകന്മാര്, ഇതിന്റെ കോവിഡിന്റെ വിഷയങ്ങൾ ഭാരപ്പെടുന്ന ദൈവമക്കളെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ലോക്ക്ഡൌൺ ഒക്കെ പതിയെ പിൻവലിച്ച് നമ്മുടെ സഹോദരങ്ങളൊക്കെ ആരാധനയ്ക്കൊക്കെ ചെറുതായിട്ട് കടന്നുപോയി തുടങ്ങുന്നു. അവരുടെ പരിപൂർണ സൗഖ്യത്തിന് വേണ്ടി, അവരുടെ സമാധാനത്തിന് വേണ്ടിയും, സമാധാനത്തോടെ കർത്താവിനെ ആരാധിക്കുവാൻ വേണ്ടി, പൂർണ്ണ രോഗസൗഖ്യത്തിന് വേണ്ടി നമുക്ക് ഈ വിഷയങ്ങളൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് ഈ വിഷയങ്ങളെ വഹിച്ചുകൊണ്ട് പ്രിയ ഡോണിച്ചാനും പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രിയ കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. അങ്ങ് വിശ്വസ്തനായിട്ട് കൂടെ ഇരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങള് കോവിഡുമായിട്ട് ഭാരപ്പെടുന്ന രോഗികൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെല്ലാം സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അവരൊക്കെ ഹോസ്പിറ്റലിലായിരിക്കുന്നു, അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വെന്റിലേറ്ററിലായിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് കർത്താവെ സ്വർഗീയമായിട്ട് ദൂതന്മാരെ ഇറക്കി കർത്താവ് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ കർത്താവ് ഉദ്ദേശം വെളിപ്പെടുവാൻ തക്കോണം കർത്താവെ ഇടവരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കർത്താവെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അനേകര് കർത്താവിനെ അറിയുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങൾ ഭാരതത്തിനായിട്ട് പ്രാർത്ഥിക്കുകയാണ്, നോർത്ത് ഇന്ത്യക്കായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അനേകർ കർത്താവെ കൂടാതെ തന്നെ അവരായിരിക്കുന്നല്ലോ കർത്താവെ. അവരെല്ലാം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അനേകര് മരിച്ചുപോയല്ലോ കർത്താവെ. ദൈവത്തിന് സ്തോത്രം. അവരുടെ കുടുംബങ്ങളെ കർത്താവെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആശ്വസിപ്പിക്കുന്ന കർത്താവെ, പരിശുദ്ധാത്മ അവരോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ലോകത്താകമാനം ഒരു ശമനം ഉണ്ടാകുവാനായിട്ട് കർത്താവെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, അങ്ങയുടെ വചനത്തിൽ കാണുന്ന സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന് കർത്താവെ. ഈ പ്രതികൂല അവസ്ഥകളിലും കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം കർത്താവ് അനുകൂലമായി പ്രവർത്തിക്കുവാൻ ഹല്ലേലൂയ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ദേശത്താകമാനം കർത്താവ് ഒരു ഉണർവുണ്ടാവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. അങ്ങ് സഹായിച്ചാട്ട് ഹല്ലേലൂയ അങ്ങയുടെ കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെല്ലാം കർത്താവെ അങ്ങ് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. നമ്മൾ അടുത്ത വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പാസ്റ്റർ ഷിനു യോഹന്നാൻ ആയിരിക്കും. ഞാൻ വിഷയം പറയാം. UK ഫ്രണ്ട് ലൈനിൽ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് വർക്കേഴ്സിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, നമ്മുടെ അനേക വിശ്വാസം, നമ്മുടെ സഭകൾ കൂടി വരുന്ന അനേക സഹോദരികള്, സഹോദരന്മാര് ഫ്രണ്ട് ലൈനിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പാരാമെഡിക്സ്, അതേപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്യുന്ന അനേക ദൈവമക്കളുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ ആരോഗ്യത്തെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെയൊക്കെ പ്രവർത്തനങ്ങളും അവരുടെയൊക്കെ അകമഴിഞ്ഞ സേവനങ്ങളുമാണ് അനേകർക്ക് രോഗസൗഖ്യത്തിന് കാരണം. അപ്പോൾ അവരെ ആരോഗ്യത്തോടെ നിലനിൽക്കാനും അവര് ആയിരിക്കുന്ന വാർഡുകളായിരിക്കുന്ന മേഖലകളിൽ, ഡിപ്പാർട്ട്മെന്റിലൊക്കെ കർത്താവിന് വേണ്ടി ശക്തന്മാരായി നിലനിൽപ്പാനും അനേകരെ കർത്താവിലേക്ക് ഇതുമൂലം നയിപ്പാനും അതൊരു മുഖാന്തരമാവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ ആരോഗ്യത്തെ, അവരുടെ കുടുംബങ്ങളെയൊക്കെ നമുക്ക് വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെ വഹിച്ചുകൊണ്ട് പാസ്റ്റർ ഷിനു യോഹന്നാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. മ്യൂട്ട് ഓൺ ചെയ്ത് കേൾക്കത്തില്ല. കഴിവുള്ളവരെയൊക്കെയും കാലമനുക്കളിൽ മറഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവമേ ഞങ്ങളുടെ പാദപീഠത്തിലായിരുന്നു കൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിപ്പാൻ തക്കവണ്ണം ഒരവസരം കൂടി ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. കർത്താവെ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. എളിയവൻ നിലവിളിച്ച യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ചു എന്നുള്ള അങ്ങയുടെ വാഗ്ദത്തത്തെ ഞങ്ങൾ ഉയർത്തുന്ന കർത്താവെ. ഇന്ന് രാത്രികാലം ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ വചനം പറയുവാൻ നിന്റെ ദാസനെ സഹായിച്ചതിനായി സ്തോത്രം. ആത്മാവിൽ നിറഞ്ഞ് ഞങ്ങളോട് സംസാരിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായി നന്ദി പറയുന്നു കർത്താവെ.
ഈ ലോക്ക്ഡൌണിന്റെ അവസരത്തിൽ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ, ദൈവ തേജസ് കാണുവാൻ, ഞങ്ങളുടെ കുറവുകളെ ഏറ്റുപറയുവാൻ, തിരുമുഖം അന്വേഷിപ്പാൻ, കർത്തന്റെ അടുത്ത് വരുവാൻ വേണം സ്വർഗത്തിലെ ദൈവമേ ഈ ദിവസങ്ങളിൽ കൂടുതലായി ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ കർത്താവിന് മഹത്വം കൊടുക്കുവാൻ, പൂർണ്ണ മഹത്വം കൊടുത്തുകൊണ്ട് ദൈവത്തെ സേവിപ്പാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രതികാരദാസൻ പറഞ്ഞ വിഷയവുമായി നിന്റെ പാദപീഠത്തിലേക്ക് അടുത്ത് വരുന്ന കർത്താവെ, ഫ്രണ്ട് ലൈനിൽ വർക്ക് ചെയ്യുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും, നഴ്സസ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, കെയർ വർക്കേഴ്സ് ഉണ്ട്, കീ വർക്കേഴ്സിനെ എല്ലാം ദൈവകരങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രതികാൽ പലരും കർത്താവെ വെന്റിലേറ്ററിലായിരിക്കുന്നവരുണ്ട്, ICUലായിരിക്കുന്നവരുണ്ട്, അവരെയൊക്കെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദാസൻ വചനം പറഞ്ഞപ്പോൾ പറഞ്ഞില്ല കർത്താവെ, നിന്റെ വചനത്തിന് ഞങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയും, നിന്റെ വചനത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയും, നിന്റെ വചനത്തിന് ഞങ്ങളെ ശക്തീകരിക്കുവാൻ കഴിയും, നിന്റെ വചനം സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ വചനം കർത്താവെ. ഏതെങ്കിലും ഡോക്ടേഴ്സ്, നഴ്സുമാര് ആരെങ്കിലും രോഗത്തോടെ ഭാരത്തോടെ ഇന്ന് ഹോസ്പിറ്റലിലായിരിക്കുന്നെങ്കിൽ, ICUലായിരിക്കുന്നെങ്കിൽ അങ്ങയുടെ വചനം അയച്ചവരെ സൗഖ്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതുപോലെ ജോലിയിലായിരിക്കുന്നവരെ എല്ലാം രക്തക്കോട്ടയ്ക്കുള്ളിൽ മറച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ മഹാവ്യാധിയിൽ നിന്ന് സ്വർഗം അവരെ വിടുവിക്കണമേ, ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. അവരുടെ ജോലി ഇപ്പോൾ അത്യാവശ്യമാണ് കർത്താവെ. ആരും നിരാശപ്പെട്ടു പോകുവാൻ, ഭാരപ്പെട്ടു പോകുവാൻ, അവരുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുവാൻ സ്വർഗം സമ്മതിക്കരുതെന്ന് ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇന്ന് പകൽക്കാലം എല്ലാ കീ വർക്കേഴ്സിനെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രതികാൽ കർത്താവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന പലരും കർത്താവെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവരുണ്ട്, നഴ്സസ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, കീ വർക്കേഴ്സ് ഉണ്ട്, കെയർ ജോബ് ചെയ്യുന്നവരുണ്ട്. എല്ലാവരെയും ദൈവകരങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആരെയും ശത്രു തൊടുവാൻ സ്വർഗം സമ്മതിക്കരുത്. രക്തത്താൽ മുദ്രയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലമാനവും മഹത്വവും അങ്ങയ്ക്ക് തരുന്നു. ഇഷ്ടപുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണം പൊന്നു പിതാവേ. ആമേൻ. അടുത്ത വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ബ്രദർ എബ്രഹാം സൈമൺ ആയിരിക്കും. വിഷയം ഞാൻ പറയാം. നമ്മള് ഈ ദിവസങ്ങളിൽ ഈ ജോലി നഷ്ടപ്പെട്ട അനേകരുണ്ട്. അവരെ ഓർത്ത് പ്രത്യക്ഷാൽ നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്കറിയാവുന്ന തന്നെ പലരും പേഴ്സണലായി അറിയാവുന്നവരുണ്ട്. ജോലി നഷ്ടപ്പെട്ടവര് അനേകര് ഗൾഫ് രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു. കോവിഡിന്റെ സാമ്പത്തിക തകർച്ച മൂലം അനേക ജോബുകൾ നഷ്ടപ്പെട്ടവരുണ്ട്. ആ കുടുംബങ്ങളെ കുടുങ്ങിക്കിടക്കുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവർ അനേകര് നാട്ടിലെത്തപ്പെടുവാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. അനേകരെ അവിടെ നമുക്ക് ഓരോ വീഡിയോകളിലും ദിവസങ്ങളിൽ കാണുവാൻ സാധിക്കുന്നതാണ്. അനേകര് കഷ്ടപ്പെടുന്നു. ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ ജോലി നഷ്ടപ്പെട്ട് വളരെ കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളെ പീഡനങ്ങൾ എനിക്ക് നമ്മുടെ ശുശ്രൂഷന്മാർ തന്നെ അനേകര് കഷ്ടങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു. ചർച്ചകളിലേക്ക് മെമ്പേഴ്സ് വരാത്ത കാരണം പലവർക്കും അതുപോലത്തുള്ള ബെനിഫിറ്റുകളോ അല്ലെങ്കിൽ അതുപോലത്തുള്ള കാര്യങ്ങളോ ഒന്നും ലഭിക്കുന്നില്ല. അനേകരെ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന നമ്മുടെ ദൈവദാസന്മാർ അനേകര് നോർത്ത് ഇന്ത്യയിലുണ്ട്. പേഴ്സണൽ എനിക്ക് അറിയാവുന്ന ഒരു കുറച്ച് പേര്, ഞാൻ പേര് ആരുടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ജനറലായിട്ട് നമുക്ക് ആ ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ജോലി നഷ്ടപ്പെട്ട് ഗൾഫ് രാജ്യങ്ങളിലും മറ്റനേക രാജ്യങ്ങളിലും കൂടി കിടക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെല്ലാം വഹിച്ചുകൊണ്ട് ബ്രദർ എബ്രഹാം സൈമൺ ഇപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. Hallelujah. Stotham, stotham, stotham. Gracious, loving Heavenly Father, we thank you, Lord, for this wonderful time you've given us once again to come to thy mighty presence and praise and worship thy mighty name, Lord Father. Hallelujah. Stotham, though we are, oh God, highly separated physically, oh God, we are in one spirit today and we sit over here, oh God, hallelujah. We thank you, Lord, for being amidst us, Lord, to hear, and give us this wonderful time. We thank you, Lord, for being amidst us to listen to our prayer requests, Lord, hallelujah. Father, I bring into the prayer request that Roy Sachin has told us right now, hallelujah. Stotham, we pray for all the ministries happening all around the world, oh God, hallelujah, Stotram, hallelujah. Father, at the moment churches are locked down, they are shut down, oh God, hallelujah. Father, we pray that at the right time that you will reopen them up, oh God, hallelujah, stotram, 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 hallelujah. And at the right time, oh God, hallelujah, all thy children will be able to come back into the churches and they will be able to worship and praise thy mighty name in the truth and spirit, Lord Father, hallelujah. We pray for thy servants, oh God, hallelujah, in all these churches, oh God, hallelujah, many, oh God, hallelujah, because the churches have been locked down, Lord Father, hallelujah, stotram. There's a lack of income, there's a shortage of income and everything, oh God, hallelujah, Father. But we pray and we thank you, Lord Father, for continuing to provide for them, oh God, hallelujah, throughout these COVID pandemic times, Lord, hallelujah, stotram. We thank you, Lord, we thank you, Lord, hallelujah, for thy continuing guidance and protection for thy servants, Lord, hallelujah. Also, we thank you, Lord, for blessing them with the knowledge and the wisdom. We thank you, Lord, for speaking to them each and every day, oh God, hallelujah, so that
Your words are spread to the farthest corners of the earth, to the furthest corners of the earth, oh God, hallelujah, stotram. We thank you, Lord, for, oh God, hallelujah, for all thy blessings. So we also thank you for these media connections that you've given us, for all the online prayer meetings that's happening now, Lord, hallelujah. We pray that you speak to thy children through all these meetings, Lord, hallelujah, and we pray that you bless thy servants, oh God, hallelujah, stotram. We also pray for the families, for the family members who have lost jobs, particularly there's a lot of shortage of jobs, oh God, hallelujah. We pray that you will create new job opportunities for all the people who have been put on furlough. We ask you, Lord, that their companies will be able to give them a final decision, oh God, hallelujah, and that the decision will be to keep them back in the jobs, Lord, hallelujah. Father, if that is not, oh God, hallelujah, we know, oh God, hallelujah, we believe and we know, oh God, and we confirm that you have another job for them, oh God, hallelujah, stotram. We thank you, Lord, for providing for each and every of these families, oh God, hallelujah. We thank you, Lord, for thy guidance, for thy protection, for providing with essential needs and everything, oh God, hallelujah, stotram. We thank you, Lord, once again for this wonderful time you've given us to be in thy presence, oh God, hallelujah. We thank you, Lord, for hearing our prayers, Lord, and we thank you, Lord, for answering our prayers, Lord, in the most precious and wonderful name of Jesus Christ, I pray. Amen. തുടർന്ന് അടുത്ത വിഷയത്തിന് വേണ്ടി പ്രിയ ജോസ്മനച്ചനായിരിക്കും പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ഈ ദേശത്തുള്ള നമ്മുടെ സഭകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വിവിധ ഡിനോമിനേഷനിലുള്ള ഓരോ സഭകളെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ സഭകളിലെ കീ ലീഡേഴ്സിനെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. യുവജന പ്രസ്ഥാനങ്ങള്, അതുപോലെ പ്രയർ ഗ്രൂപ്പുകളൊക്കെ നമുക്കുണ്ട്, ഈ രാജ്യത്ത് നമുക്കുണ്ട്. ആ ഗ്രൂപ്പുകളെ സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതേപോലെ ഇപ്പോൾ ചില മാസങ്ങളായിട്ട് നമ്മുടെ സഭകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. ഈ വരുന്ന ദിവസങ്ങളിൽ ലോക്ക്ഡൌൺ ഒക്കെ റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചാരാധനയ്ക്ക് വിടുമ്പോൾ വീണ്ടും ഒരു പുത്തുണർവോടെ കടന്നു പോകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോക്ക്ഡൌൺ മൂലം ചില ജീവിതങ്ങൾ കർത്താവിനെ അറിയുവാൻ അതൊരു മുഖാന്തരമാക്കി മാറുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവന്മാര്, നമ്മുടെ സഭയിലുള്ള വിശ്വാസികൾ, അവരൊക്കെ വീണ്ടും ഉത്തേജനത്തോടെ വളരെ കർത്താവിന് വേണ്ടി ശക്തന്മാരായി നിലനിൽക്കുവാനും ശക്തന്മാരായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെ വഹിച്ചുകൊണ്ട് പ്രിയ ജോസ്മനച്ചൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല വയ്യ സമയത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, ദൈവമേ, ഈ വയ്യ സമയം ഹല്ലേലൂയ ഹല്ലേലൂയ അപ്പാ, ഇങ്ങനെ ഒരു മെമ്പർഷിപ്പായി ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവേ, ദൈവവചനം കേൾപ്പാൻ ഹല്ലേലൂയ കർത്താവേ, ദൈവസന്നിധിയിൽ വിഷയങ്ങളുമായി അടുത്തു വരുവാൻ ഒക്കെ ദൈവം എനിക്ക് സാവകാശത്തിനായി സ്തോത്രം. വിശേഷാൽ പറയപ്പെട്ടതായ വിഷയങ്ങളെ ദൈവകരങ്ങളിലേക്ക് കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സകല ദൈവസഭകളെയും ദൈവകരങ്ങളിലേക്ക് കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്തെ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ഹല്ലേലൂയ സകല ഹല്ലേലൂയ ദൈവമക്കളെയും ദൈവസഭകളെയും ദൈവദാസന്മാരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവം അങ്ങ് അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, ഈ പ്രതിസന്ധി പ്രതികൂലം ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ ദൈവജനത്തിനോ ദൈവദാസന്മാർക്കോ ദൈവമക്കൾക്കോ ഹല്ലേലൂയ ഒരു ക്ഷീണമോ ഭാരമോ പ്രയാസമായി തീരാതെ ഹല്ലേലൂയ കർത്താവേ, ഇത് തങ്ങളെ തന്നെ ഒരുക്കുവാൻ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് പറയുവാൻ എന്റെ ദൈവം ഇടയാക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഈ വലിയ സമയം നിന്റെ ദാസന് കൂടി കേട്ടതുപോലെ കർത്താവേ, കഴിഞ്ഞ കാലങ്ങൾ ഹല്ലേലൂയ ദൈവസഭ പ്രതികൂലങ്ങളിൽ കൂടെ കടന്നുപോയി കർത്താവേ. അത് ദൈവസഭയെ തകർക്കുവാനല്ല, ദൈവസഭ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം വളരുവാൻ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഈ പ്രതികൂല സാഹചര്യങ്ങളിലായിരിക്കുമ്പോൾ കർത്താവേ, ദൈവസഭ ഹല്ലേലൂയ ദൈവസങ്ങളിൽ ഹല്ലേലൂയ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം ഇടയാക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവ് അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ ഒരുക്കുവാൻ, തങ്ങളെ തന്നെ ക്രമീകരിപ്പാൻ ദൈവം ഇടയാക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ഹല്ലേലൂയ മഹാവ്യാധി കർത്താവേ, അനേകർ ദൈവത്തെ കണ്ടുമുട്ടുവാൻ, ദൈവത്തിലേക്ക് കടന്നു വരുവാൻ, ദൈവത്തെ അറിയുവാൻ ഹല്ലേലൂയ ഒരു വിടുതലുണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് മാത്രമെന്ന് മനസ്സിലാക്കി ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ ദൈവം ഇടയാക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ ഹല്ലേലൂയ 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 ദൈവമേ, നിങ്ങൾ വിശ്വസിക്കുന്നു എത്രയും വേഗം കർത്താവേ ഈ പ്രതിസന്ധികളെ മാറി ഇടയിൽക്ക് ഒന്നിച്ച് കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം അവസരം ഒരുക്കുമെന്ന്. അങ്ങനെയെങ്കിൽ കർത്താവേ, അടിയങ്ങൾ വീണ്ടും അടിയുടെ ഹല്ലേലൂയ ആലയത്തിലേക്ക് കർത്താവേ കടന്നു പോകുമ്പോൾ കർത്താവേ, കഴിഞ്ഞ കാലങ്ങൾ ഉണ്ടായിരുന്ന ആത്മാക്കളല്ല, ദേശത്തുനിന്ന് ചുറ്റുപാടുകളിൽ നിന്ന് കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ അനേകർ കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവകൽപ്പന അനുസരിപ്പാൻ, ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ ദൈവം ഇടയാക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ.
ദൈവം അങ്ങനെ ചെയ്യുവാൻ പോകുന്നതിനായി സ്തോത്രം. സകല ദൈവജനത്തെയും ദൈവം അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കേണ്ട കൃപയിൽ പതിഞ്ഞാട്ടെ. മാനവും മൗത്തും അങ്ങെടുത്തായിട്ട് പ്രാർത്ഥന എടുത്തതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഒരു വിഷയത്തിനോട് കൂടി പ്രാർത്ഥിക്കാം. നമ്മുടെ സമയം ഏകദേശം തീരാറായിരിക്കുന്നു. അടുത്ത വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ബ്രദർ ബിനു ആയിരിക്കും, ബിനു യോഹന്നാൻ. എനിക്ക് ഇന്ന് കിട്ടിയ ഒരു വിഷയമാണ്. പല ഗ്രൂപ്പുകളിലും ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. പ്രിയ സഹോദരന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. സഹോദരന്റെ പേര് അലക്സ് എന്നാണ്. ഹൃദയരോഗത്തെ തുടർന്ന് 2 ആഴ്ച മുമ്പ് ഹൃദയവാൽവ് മാറ്റിവെച്ച് ഭവനത്തിൽ വിശ്രമിക്കുകയായിരുന്നു. പെട്ടെന്നൊരു ക്ഷീണം ഉണ്ടാകുകയും അടിയന്തരമായിട്ട് ശ്രീചിത്ര മെഡിക്കൽ സെന്ററിൽ പ്രവേശിപ്പിക്കുകയും വിശദ പരിശോധനയ്ക്കായിട്ട് അദ്ദേഹത്തെ എത്തിയിരിക്കുകയാണ്. പ്രിയ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അമ്പലപ്പുറം ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലെ വിശ്വാസിയാണ് അദ്ദേഹം. പല ഗ്രൂപ്പുകളും എനിക്കൊന്ന് ഇപ്പം ഷെയർ ചെയ്തിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് ആ പ്രിയ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം. വളരെ സാമ്പത്തികം വളരെ താഴ്ത്ത അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബം വളരെ ദുഃഖത്തിലും ഭാരത്തിലുമായിരിക്കും. അതേപോലെ തന്റെ പ്രിയ കർത്താസിന്റെ പരിപൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പൂർണ്ണ ആരോഗ്യത്തോടെ പൂർണ്ണ സൗഖ്യത്തോടെ മടങ്ങി പ്രവർത്തിക്കുവാൻ സന്തോഷത്തോടെ കർത്താവിനെ സേവിക്കാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം. സഹോദരന്റെ പേര് അലക്സ് എന്നാണ്. രോഗത്തെ തുടർന്ന് ശ്രീചിത്ര മെഡിക്കൽ സെന്ററിലായിരിക്കുന്നു. വിഷയം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ബ്രദർ ബിനു പ്രാർത്ഥിക്കുന്നതായിരിക്കും. Stotram, 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 stotram. Heavenly Father, we thank you, Lord, for this wonderful time that you have given to us, Father, Lord, hallelujah. Thank you, Lord, hallelujah, to getting, hallelujah, united, hallelujah, to worship your name, to hear from your word, and to pray, Father, Lord, hallelujah. We have been praying for many, hallelujah, prayer requests, Father, Lord. We are going to, hallelujah, commit brother, hallelujah, Alex into thy mighty hands, Father, Lord, hallelujah. He is, hallelujah, he's from, hallelujah, the part of Kerala, Father. He has been admitted, hallelujah, in the hospital, Father, due to the heart condition, Father. Hallelujah. We pray earnestly, Lord. Hallelujah. Let your, hallelujah, stripes, hallelujah, under his stripes, hallelujah, everyone is healed. Hallelujah. We hear that from the word, Father, Lord. Hallelujah. We believe that, hallelujah, with your pierced hands, Lord, hallelujah, you are going to, hallelujah, heal your mighty, hallelujah, son, Father, Lord. Hallelujah. Hallelujah. Especially their family, hallelujah. He is a breadwinner of the family, and they have been very much financially, hallelujah, poor, Lord. Hallelujah. In this kind of, hallelujah, graces, crisis, and this kind of situations, Father, we praise, hallelujah. We believe that, Lord, hallelujah. We, hallelujah, declare it in faith, Father, Lord, hallelujah, that you are a wonder-working God, that you're going to heal your servant, Father. We pray that, hallelujah, and hallelujah, we take it in faith, hallelujah, that you have already healed him, Lord. Whatever the arteries, whatever the blockages, hallelujah, whatever the problems, whatever the pains that he is undergoing, hallelujah, let your, hallelujah, wonderful, hallelujah, blood be, hallelujah, be poured upon him, and let him be washed and be, hallelujah, healed by, Lord, hallelujah. We also pray, hallelujah, all the hospital guides, administration, and the doctors who is, hallelujah, going to serve for him, Lord, hallelujah. Let your, hallelujah, mighty hands be upon them, Lord, hallelujah. Whatever the drugs they are going to prescribe for your son, Father, Lord, let the drugs be, hallelujah, react in the body, Father, hallelujah. Let him be healed soon, Father, Lord. We believe that, Lord, you are going to heal him, Lord, and we believe that he is already healed, Father. We commit, hallelujah, thy mighty hands. In the name of Jesus we pray. Amen. പ്രാർത്ഥിച്ച എല്ലാവരോടും വിശേഷാൽ നന്ദി അറിയിക്കുന്നു. തുടർന്ന് നമ്മുടെ പേഴ്സണൽ പ്രേയറുള്ള അനേക വിഷയങ്ങളോട് നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കാം. തുടർന്നുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി പാസ്റ്റർ ജോൺ മത്തേയ ക്ഷണിക്കുന്നു. ജിബിൻ വളരെ നന്നായി ആ സെക്ഷൻ കൈകാര്യം ചെയ്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ നമുക്കൊരു നിമിഷം അതിനുവേണ്ടി കൂടെ പ്രാർത്ഥിക്കാം. എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രത്യേകിച്ചുണ്ടോ? ഒന്നുമില്ല എന്ന് വിചാരിക്കുന്ന അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നമുക്ക് സ്തോത്രം ചെയ്യുവാനുണ്ട്. നമ്മള് നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കർത്താവിന്റെ ദാസൻ ബേബി പാസ്റ്ററുടെ വൈഫ് സിസ്റ്റർ സൂസൻ സൗഖ്യം പ്രാപിച്ച ഭവനത്തിലേക്ക് മടങ്ങി എന്നുള്ള വിവരം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ആ കർത്തൃദാസനെ വിളിക്കുവാൻ ഇടയായി. താന് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ തുടർന്നും പ്രാർത്ഥിക്കണം. ഒരു കൊച്ചു കുഞ്ഞിന് കെയർ ചെയ്യുന്നത് പോലെ കെയർ ചെയ്ത് അദ്ദേഹത്തിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. തുടർന്നും പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ദൈവമക്കൾ തുടർന്നും പ്രാർത്ഥിക്കുമല്ലോ. അത് ഒരു കുടുംബാംഗത്തെ പോലെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഇടയായി. വളരെ സന്തോഷമുണ്ട് ആ സഹോദരിയെ ദൈവം പിടിപ്പിച്ചത് കൊണ്ട്. അമേൻ, കല്യ ദൈവം അമ്മയെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് എത്രത്തോളം സമയം കർത്തൃസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഇടയാക്കിയല്ലോ. അമേൻ. തുടർന്ന് അല്പം സമയം കൂടി ബാക്കിയുണ്ട്. നമ്മുടെ ബ്രദർ ജിത്തു ഒരു ഗാനം കൂടി പാടി കർത്താവിനെ ആരാധിക്കും. പ്രൈസ് ദി ലോർഡ്. ആരാധനയിൽ ലീഡ് ചെയ്യും. അതിനു മുൻപായിട്ട് ഒരു അനൗൺസ്മെന്റ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വരുന്ന ശനിയാഴ്ച ഒരു മീറ്റിങ്ങിനെ കുറിച്ച് ദൈവദാസന്മാരെയൊക്കെ അറിയിച്ചിട്ടുണ്ടല്ലോ.
അതിന്റെ ഡീറ്റെയിൽസ് കർത്താവിന്റെ ദാസൻ അവർ നാഷണൽ സെക്രട്ടറി പാസ്റ്റർ ബിജോയ് പിന്നീട് അതിന്റെ കാര്യങ്ങൾ അറിയിക്കും. എന്നാൽ എല്ലാവരെയും ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തണമെന്ന് പറഞ്ഞതനുസരിച്ച് ഞാൻ ആ കാര്യം ദേവദാസന്മാരെ ഒന്ന് റിമൈൻഡ് ചെയ്യിക്കുന്നു. തുടർന്ന് ജിത്തുവിലേക്ക്. Praise God. Let's sing a song of hope and worship our God. യേശുവിൻ നാമം വിജയിക്കട്ടെ. ഹല്ലേലൂയ. ഗാനം പാടി കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. യേശുവിൻ നാമം വിജയിക്കട്ടെ, സാത്താന്യ കോട്ടകൾ തകർന്നിടട്ടെ. യേശുവിൻ നാമം വിജയിക്കട്ടെ, സാത്താന്യ കോട്ടകൾ തകർന്നിടട്ടെ. സുവിശേഷത്തിൻ കൊടി ഉയരട്ടെ, നാമധേയ സംഘങ്ങൾ മുഴങ്ങിടട്ടെ. ആമേൻ. സുവിശേഷത്തിൻ കൊടി ഉയരട്ടെ, നാമധേയ സംഘങ്ങൾ മുഴങ്ങിടട്ടെ. പോകുക നാം പോർവീരരായി, രക്ഷകനേശുവിൻ പ്രിയജനമേ. പോകുക നാം പോർവീരരായി, രക്ഷകനേശുവിൻ പ്രിയജനമേ. രക്ഷാദൂതിൻ പടവുമായി ഉണർവോട് മുന്നോട്ട് പോകുക നാം. രക്ഷാദൂതിൻ പടവുമായി ഉണർവോട് വിധിയുടെ വിശാലം നാം. വിധിയുടെ വിശാല താഴ്വരയിൽ ബഹുസഹസ്രം പേർ സമൂഹമായി. വിധിയുടെ വിശാല താഴ്വരയിൽ ബഹുസഹസ്രം വിനാശകർദം തൂകിടുവാനായി വഞ്ചിതരായി പ്രയാണം ചെയ്തിടുമ്പോൾ. വിനാശകർദം തൂകിടുവാനായി വഞ്ചിതരായി പ്രയാണം ചെയ്തിടുമ്പോൾ. പോകുക നാം പോർവീരരായി, രക്ഷകനേശുവിൻ പ്രിയജനമേ. പോകുക നാം പോർവീരരായി, രക്ഷകനേശുവിൻ പ്രിയജനമേ. രക്ഷാദൂതിൻ പടവുമായി ഉണർവോട് മുന്നോട്ട് പോകുക നാം. രക്ഷാദൂതിൻ പടവുമായി ഉണർവോട് മുന്നോട്ട്. അന്തിമദുഃഖ സമയം, അന്തിമദുർഘട സമയമിതേ, അധർമ്മമൂർത്തി വരും മുൻപേ. അന്തിമദുർഘട സമയമിതേ, അധർമ്മമൂർത്തി വരും മുൻപേ. അധികമാം ദൈവരാജ്യത്തിനായി ആത്മബലത്താൽ അടരാടുക നാം. അധികമാം ദൈവരാജ്യത്തിനായി ആത്മബലത്താൽ അടരാടുക നാം. പോകു അപ്രത്യാശയോടെ. ഹല്ലേലൂയ. രക്ഷകനേശുവിൻ പ്രിയജനമേ. പോകുക നാം പോർവീരരായി, രക്ഷകനേശുവിൻ പ്രിയജനമേ. രക്ഷാദൂതിൻ പടവുമായി ഉണർവോട് മുൻപോട്ട് പോയാട്ടെ. ഹല്ലേലൂയ. രക്ഷാദൂതിൻ പടവുമായി ഉണർവോട് മുന്നോട്ട്. യേശുവിൻ നാമം, യേശുവിൻ നാമം വിജയിക്കട്ടെ, സാത്താന്യ കോട്ടകൾ വിശ്വാസത്തോടെ. യേശുവിൻ നാമം വിജയിക്കട്ടെ, സാത്താന്യ കോട്ടകൾ തകർന്നിടട്ടെ. സുവിശേഷത്തിൻ കൊടി ഉയരട്ടെ, നാമധേയ സംഘങ്ങൾ മുഴങ്ങിടട്ടെ. സുവിശേഷത്തിൻ കൊടി ഉയരട്ടെ, നാമധേയ സംഘങ്ങൾ മുഴങ്ങിടട്ടെ. പോകുക നാം പോർവീരരായി, രക്ഷകനേശുവിൻ പ്രിയജനമേ. പോകുക നാം പോർവീരരായി, രക്ഷകനേശുവിൻ പ്രിയജനമേ. രക്ഷാദൂതിൻ പടവുമായി ഉണർവോട് മുന്നോട്ട് പോകുക നാം. രക്ഷാദൂതിൻ പടവുമായി ഉണർവോട് മുന്നോട്ട് പോകുക. വിധിയുടെ വിശാല താഴ്വരയിൽ ബഹുസഹസ്രം പേർ സമൂഹമായി. വിധിയുടെ വിശാല താഴ്വരയിൽ ബഹുസഹസ്രം പേർ സമൂഹമായി. വിനാശകർദം തൂകിടുവാനായി വഞ്ചിതരായി പ്രയാണം ചെയ്തിടുമ്പോൾ. വിനാശകർദം തൂകിടുവാനായി വഞ്ചിതരായി പ്രയാണം ചെയ്തിടുമ്പോൾ. പോകുക നാം പോർവീരരായി, രക്ഷകനേശുവിൻ പ്രിയജനമേ.
നാം പോൽ വീരരായി രക്ഷകനേശുവിൻ പ്രിയജനമേ രക്ഷാദൂതിൻ പടവുമായി ഉണർവോട് മുന്നോട്ട് പോകുക നാം രക്ഷാദൂതിൻ പടവുമായി ഉണർവോട് പോകുക നാം ഹല്ലേലൂയ പോകുക നാം പോൽ വീരരായി രക്ഷകനേശുവിൻ പ്രിയജനമേ പോകുക നാം പോൽ ഹല്ലേലൂയ രക്ഷകനേശുവിൻ പ്രിയജനമേ രക്ഷാദൂതിൻ പടവുമായി ഉണർവോട് മുന്നോട്ട് പോകുക നാം രക്ഷാദൂതിൻ പടവുമായി ഉണർവോട് രക്ഷാദൂതിൻ പോകുക നാം രക്ഷാദൂതിൻ പടവുമായി ഉണർവോട് മുന്നോട്ട് പോകുക നാം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ആ പാട്ട് പാടിയപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ആദ്യ നാളുകളിൽ സ്നാനക്കടവിലേക്ക് കടന്നു പോകുമ്പോൾ ഈ പാട്ട് പാടിക്കൊണ്ടായിരുന്നു പോയിരുന്നത്. ആ അനുഭവമുള്ള ദൈവമക്കൾ അനേകര് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഇത്ര സന്തോഷത്തോടുകൂടെ തമ്പാറടിച്ച് സ്നാനപ്പെടുവാനുള്ള ആളിനെ മുന്നിൽ നിർത്തി ദൈവദാസന്മാരോട് ചേർന്ന് പോയ ഒരനുഭവം ഞാൻ ഓർക്കുകയായിരുന്നു. താങ്ക് യു ജിത്തു, ഗോഡ് ബ്ലസ് യു. എല്ലാവർക്കുമായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇത്രത്തോളം കർത്താവ് അനുഗ്രഹമാക്കി ഈ മീറ്റിംഗ് തീർത്തതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. തുടർന്ന് കർത്താവിന്റെ ദാസൻ ജോഗ്രിയൻ പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ലഭിച്ച നല്ല കൂട്ടായ്മയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവസന്നിധാനം നമുക്ക് ഒന്നിച്ച് വിശ്വാസത്തോടെ അർപ്പിക്കുവാൻ, കർത്താവിന്റെ ശ്രേഷ്ഠമേറിയ വചനം കർത്താവിന്റെ ദാസൻ സാബു പാസ്റ്ററിൽ കൂടെ നമുക്ക് കേൾക്കുവാൻ ഇടയായി തീർന്നല്ലോ. ഇതെല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമായ സ്വർഗ്യ പിതാവേ, മനോഹരമായ രാത്രി സമയത്തിനായി ഞങ്ങൾ തിരുനാമത്തിന് വീണ്ടും സ്തോത്രം ചെയ്യുന്നു. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ എന്ന് പറഞ്ഞ കർത്താവേ, ഇന്ന് രാത്രിയിൽ നിന്റെ ദാസിദാസന്മാരായ ഞങ്ങൾക്ക് ഒരുമിച്ച് വിവിധ കുടുംബങ്ങൾ ഉള്ളവര്, വിവിധ സഭകളിൽ പെട്ടവര്, ഈ UK മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നിച്ച് കർത്താവെ ഈ സൂമിൽ കൂടെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയുടെ വചനം കേൾപ്പാൻ, ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ, കൂട്ടായ്മ ആചരിപ്പാൻ ലഭിച്ച അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് നൽകിയ കൂട്ടായ്മയോടൊപ്പം തന്നെ വിവിധ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്കിടയായി തീർന്നുള്ള കർത്താവെ, വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ സഭകളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ പങ്കെടുത്തിരിക്കുന്ന ദൈവദാസന്മാരെ, അവരുടെ കുടുംബങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഷ്ടങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, പ്രയാസങ്ങൾ കൂടെ കടന്നു പോകുന്നവരുണ്ട്. ഇതിന്റെ എല്ലാ മധ്യത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾക്ക് നൽകിയ ബലമേറിയ ദൈവത്തിന്റെ വചനത്തിനായി തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. വെല്ലുവിളികളുടെ മധ്യത്തിൽ ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്ന ആ ദൈവത്തിന്റെ ആ ശക്തിക്കായി, ദൈവത്തിന്റെ വെളിപ്പാടുകൾക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവിന്റെ വ്യക്തിത്വത്തെ കാണുവാൻ, നിന്റെ വിശുദ്ധിയെ കാണുവാൻ, ഞങ്ങളെ തന്നെ കാണുവാൻ, ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള ജനത്തെ കാണുവാൻ, കർത്താവെ പാപബോധമുള്ളവരായിട്ട് വിശുദ്ധിയിലും വേർപാടിലും ജീവിപ്പാൻ ഞങ്ങൾക്ക് ദൈവസഭകൾക്ക് നൽകിയ നല്ല ആ വെല്ലുവിളിക്കായി വീണ്ടും ഞങ്ങൾ തിരുനാമത്തിൽ സ്തോത്രം ചെയ്യുന്നു. ഈ ലോക്ക്ഡൌൺ, ഈ പാൻഡമിക് വന്നത് കർത്താവ് അറിയാതെ അല്ലല്ലോ. ഇതിൽ കൂടെ ഞങ്ങളുടെ സഭകൾക്ക്, വ്യക്തിപരമായ ജീവിതങ്ങൾക്ക്, കുടുംബങ്ങൾക്കൊക്കെ ഒരു ഉദ്ധാരണം ഉണ്ടാകുവാൻ, കർത്താവ് ഇതിനോട് ഏറ്റവും അടുത്ത് ജീവിക്കുന്നവരായി തീരുവാൻ, മാത്രമല്ല ഒരു ഉണർവ് തന്നെ ഉണ്ടാകുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി സഹകരിച്ച എല്ലാവരും ഒരിക്കൽ കൂടെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുവാൻ കർത്താവിന്റെ ദാസൻ ജോൺ മത്തായി പാസ്റ്റർ ലീഡ് അവിടെ നിന്ന് ശക്തീകരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന ലീഡ് ചെയ്തതായ ജീവൻ ബ്രദറിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാട്ട് ലീഡ് ചെയ്ത ജിത്തുവിനെയും ആ ടീമിനെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാത്രി വചനം സംസാരിച്ച സാബു പാസ്റ്ററെ വീണ്ടും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഹകരിച്ച എല്ലാവരെയും കർത്താവ് വീണ്ടും അനുഗ്രഹിച്ചാട്ടെ. ഞങ്ങളുടെ സഭകളിലൊന്നും ആർക്കും ഒന്നിനും മുട്ടില്ലാതെ വണ്ണം എല്ലാവരെയും കാത്തുകൊള്ളണമേ. അങ്ങയുടെ വരവിനായി